ദാസനെ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സ്വീകരിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. प्रार्थना करें. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हे हमारे स्वर्गीय पिता परमेश्वर, ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, हम आपके पास आते हैं. ഞങ്ങൾ ഈ രാത്രികാലം അങ്ങയുടെ അടുക്കൽ വരികയാണ്. हमारे जीवन का नियंत्रण आप लीजिए. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങ് എടുത്തിരിക്കുകയായി സ്തോത്രം. प्रभु वचन आपका है, കർത്താവേ, വചനം അങ്ങയുടേത്, लोग आपके हैं. ഈ ജനം അങ്ങയുടേത്, प्रभु दास आपके हैं. ദാസന്മാർ അങ്ങയുടേത്. प्रभु आप इधर अपने कार्य कीजिए. കർത്താവേ, ഇവിടെയുള്ള സകല കാര്യങ്ങളും അങ്ങ് ചെയ്യണം. प्रभु हम यहाँ पे अद्भुत काम को देखना चाहते हैं. കർത്താവേ സ്തോത്രം, ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. प्रभु आपकी महिमा यहाँ पे प्रकट हो जाए. കർത്താവിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടണമേ. प्रभु पवित्र आत्मा यहाँ पे अद्भुत रीति से कार्य करे. പരിശുദ്ധ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. मात्र प्रभु जी इस पंडाल में है, उतने लोग नहीं. കർത്താവേ, ഇവിടെ എത്ര ജനമുണ്ടോ पूरे इस विस्तार में प्रभु, കർത്താവേ സ്തോത്രം, അത്ര പേരുടെ മേലും जो घरों में बैठकर सुन रहे हैं, അതോടൊപ്പം ഭവനങ്ങളിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുന്നവരുടെ മേലും प्रभु आपका वचन और पवित्र आत्मा वहाँ पे कार्य. ആ പരിശുദ്ധ ആത്മാവ് അയച്ച കാര്യം സാധിപ്പിക്കണമേ. प्रभु यहाँ पे जो प्रभु कन्वेंशन रखा गया है, കർത്താവേ, ഇവിടെ ഈ കൺവെൻഷൻ നടത്തപ്പെടുവാൻ ഇടയായതിനായി സ്തോത്രം. बहुत मेहनत के बाद ये यहाँ पे सब कुछ हम देख रहे हैं. കർത്താവേ, ഇതിന്റെ പിന്നിൽ വളരെ കഠിനമായ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. प्रभु आपके दास उनके परिवार को बहुत ऐसे आशीष. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും പ്രത്യേകിച്ച് ദൈവത്തോട് അനുഗ്രഹിച്ചാലും प्रभु आप अद्भुत कार्य करने जा रहे हैं, हम धन्यवाद. കർത്താവിന്റെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും തുടർന്നും കർത്താവെ സാക്ഷ്യം വഹിപ്പാൻ ഇടയാക്കണം. प्रभु हम प्रार्थना मांगते हैं मसीह यीशु के. ഞങ്ങളുടെ പ്രാർത്ഥനകളെ മാനിച്ചതിനായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഞാൻ ഒരു 2 വാക്ക് നന്ദി പറയാൻ വിട്ടുപോയി. എന്നെ ഭൗതികമായിട്ടുള്ള നിലവാരത്തിൽ എന്നെ പഠിപ്പിച്ചതായ എന്റെ ഭൗതികമായ ഒരു ഗുരുവാണ്. അദ്ദേഹവും ഭാര്യയും കടന്നു വന്ന് ഒരു ശുശ്രൂഷയുടെ ഒരു പകുതി 50% എന്ന് പറയുന്നത് ഗാന ശുശ്രൂഷയാണ്. മറ്റുള്ളതായ ലോകപ്രകാരം നടക്കുന്നതായ ജീവിതങ്ങൾ അത് ഗാനമേളയായിട്ടും പാട്ടും കുത്തുമായിട്ട് പോകുമ്പോൾ അവര് കുടുംബമായി, ദൈവദാസൻ മാത്രമല്ല ഭാര്യ, അദ്ദേഹത്തിന്റെ 3 മക്കൾ രാവും പകലുമായി കർത്താവിനെ സ്തോത്രം പാടി സ്തുതിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത്, ജിമ്മി സാറിനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അനേക വേദികളിൽ ദൈവം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാനുള്ള സാവകാശം ദൈവം ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. हालेलुया 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 हालेलुया. मैं परमेश्वर पिता का बहुत दिल से धन्यवाद करता हूँ ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. कि केरल राज्य में आकर ഞാൻ ഈ കേരളത്തിൽ വന്നിട്ട് परमेश्वर के सुसमाचार को प्रकट करने के लिए ദൈവവചനം പ്രസംഗിക്കുന്നതിന് വേണ്ടി आज मुझे बहुत सौभाग्य मिला. എനിക്കൊരു വലിയ സൗഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. मैं पास्टर संतोष का बहुत आभारी हूँ. ഞാൻ സന്തോഷ് പാസ്റ്റർക്ക് വളരെ നന്ദിയുള്ളവനാണ്. उनके फैमिली ने बहुत मेरी सेवा की है. എന്റെ താന് കുടുംബമായിട്ട് എന്നെ വളരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. हम दोनों पास्टर संतोष और मैं साथ में बीटीएच पढ़ रहे थे. ഞാന് സന്തോഷ് പാസ്റ്ററുമായിട്ട് ഒരുമിച്ച് ഞങ്ങള് ഒരു ബൈബിൾ കോളേജിൽ BTHല് പഠിക്കുവാനിടയായിട്ടുണ്ട്. उस दिन से हम एक दूसरे को जानते हैं. ഞങ്ങള് പരസ്പരം അടുക്കുവാൻ ദൈവം അവിടെ അവസരം നൽകി. ये मैं भी उस समय नया था, पास्टर संतोष भी नए थे. हम दोनों आत्मिक जीवन में वहाँ पे आगे बढ़ रहे थे. ദൈവദാസൻ സന്തോഷ് കുമാറും ഞാനും ആദ്യമായിട്ടാണ് മധ്യപ്രദേശിൽ ആ ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരേ വർഷത്തില് അവിടെ വരുന്നത്. मैं हमेशा उसके चेहरे पे एक हंसी देखते रहता था. ഞാൻ അദ്ദേഹത്തിന്റെ മുഖം ദർശിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു സന്തോഷവാനായി കാണപ്പെടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. वो बहुत अच्छे, उस समय बहुत आत्मिक जीवन में आगे थे. ആ സമയം തന്നെ ആത്മീയ കാര്യങ്ങളിൽ വളരെ ഉത്സാഹമുള്ളവനായി കാണപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. मैं परमेश्वर के दास का, उनकी सेवकाई का मैं आदर करता हूँ. ഞാൻ ദൈവദാസനെ ഓർത്തും താൻ ഈ കേരളത്തിൽ ചെയ്യുന്ന ദൈവവേലയെ ഓർത്തും വളരെ ഉത്സാഹമുള്ളവനായി തീരുകയാണ്. हालेलुया ഹല്ലേലൂയ. मेरा नाम पास्टर विक्रम सोलंकी है. എന്റെ പേര് വിക്രം സോളങ്കി എന്നാണ്. मैं गुजरात सूरत का रहने वाला हूँ. ഞാൻ സൂററ്റില് ഗുജറാത്തിലുള്ള സൂററ്റ് സിറ്റിയിലാണ് താമസിക്കുന്നത്. वहाँ पे परमेश्वर की सेवकाई में कर रहा हूँ. ഞാൻ അവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു.
परमेश्वर ने एक पत्नी और एक बच्चे से मुझे आशीषित किया है। എനിക്ക് കർത്താവ് ഒരു ഭാര്യയെ തന്നിട്ടുണ്ട്, ഒരു മകനെ തന്നിട്ടുണ്ട്. हालेलुया, ഹല്ലേലൂയ. मेरे लिए और मेरी सेवकाई के लिए भी आप प्रार्थना करते रहिए। എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ശുശ്രൂഷകളെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. हालेलुया, ഹല്ലേലൂയ. मैं ऐसी आशा रखता हूँ कि आप लोग सब खुश है। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എങ്കിൽ കരങ്ങളെ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കുക. हालेलुया, ഹല്ലേലൂയ. अगर कोई दुखी हो तो भी आज खुश होके जाएंगे। ഇന്ന് നിങ്ങൾ ദുഃഖത്തോടെയാണ് വന്നെങ്കിലും ഭാരപ്പെടേണ്ട, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകും. हालेलुया, ഹല്ലേലൂയ. परमेश्वर के वचन को सुनते सुनते लोग आनंदित चंगे हो जाते हैं। ദൈവത്തിന്റെ വചനം കേൾക്കെ കേൾക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകും, സൗഭാഗ്യം ഉണ്ടാകും, രോഗശാന്തിയൊക്കെ ഉണ്ടാകും. क्योंकि परमेश्वर के वचन में सामर्थ्य है। കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്. क्योंकि परमेश्वर ने कहा है, ദൈവം പറയുന്നു, परमेश्वर के वचन में सामर्थ्य है। ദൈവവചനത്തിന് ശക്തിയുണ്ട്. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. मैं एक सच्ची कहानी के साथ आज के वचन को शुरुआत करना चाहता हूँ। ഞാനൊരു യഥാർത്ഥ സംഭവം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് കടക്കാം. 1869 1869 एक व्यक्ति ഒരു വ്യക്തി गुजरात पोरबंदर में उनका जन्म हुआ। ഗുജറാത്തിലുള്ള പോർബന്തറിൽ ജന്മം കൊള്ളുവാനിടയായി. 15 साल की उम्र में 15 വർഷത്തിനിടയ്ക്ക് 15 വർഷത്തിനിടയ്ക്ക് उसने अपने घर के एक शर्ट में से कुछ पैसे चुरा लिए। താന് തന്റെ ഭവനത്തിൽ നിന്ന് ഒരു ഷർട്ട് മാത്രമായി താന് പുറപ്പെട്ടു പോകുവാനിടയായി. वो पैसे को उसने खर्च कर दिए। He spent his money somewhere. ഓക്കെ, താന് പുറപ്പെട്ടു പോയി. തന്റെ കൈവശം കുറച്ച് കാശുണ്ടായിരുന്നു, അത് ദൂർത്തടിച്ച് താൻ നശിപ്പിച്ചു. वो बार बार एक बार दो बार ऐसा उसने किया। ഇപ്രകാരം 1-2 പ്രാവശ്യം മടങ്ങി വരും, പിന്നെയും പോയി താനിത് തന്നെ ചെയ്തു. एक दिन उसके भैया का भी ऐसा कुछ खर्च पैसा हो गया। എന്നാൽ ഒരു പ്രാവശ്യം താൻ തന്റെ സഹോദരനിൽ നിന്ന് അല്പം കാശ് താന് കൈപ്പറ്റുവാനിടയായി. और कुछ कर्ज उसके ऊपर हो गया തന്റെ ഭവനത്തിൽ നിന്ന്. तो एक दिन वही लड़के ने उसके बड़े भाई को कहा, ഒരു ദിവസം ഈ സഹോദരൻ തന്റെ ജ്യേഷ്ഠ സഹോദരനോട് ആവശ്യപ്പെട്ടു. उसने एक तावीज जो सोने का पहना हुआ था, तावीज वन काइंड ऑफ ത്രെഡ്, ഒരു വിധത്തിലുള്ള ഒരു ചരട്, മന്ത്രചരട് പോലെയുള്ള ഒരു ചരട് താന് ആ ജ്യേഷ്ഠ സഹോദരനോട് ആവശ്യപ്പെട്ടു. उसके छोटे भाई ने बड़े भाई से कहा, എന്നാൽ ഈ ഇളയ സഹോദരനോട് മൂത്ത സഹോദരൻ പറഞ്ഞു, हम कुछ सोना इसमें से निकाल कर बेच के आते हैं, some gold will cut out and will sell. എന്നാൽ അദ്ദേഹം പറഞ്ഞു, നമ്മൾ അതിനകത്തുള്ള ഒരു മന്ത്രത്തകടിലെ ആ ഗോൾഡ്, ആ സ്വർണം വിറ്റിട്ട് എനിക്ക് പുറപ്പെട്ടു പോകണം. उन्होंने वो सोना बेच के आए। എന്നാൽ അദ്ദേഹം അത് ഉപേക്ഷിക്കുവാൻ ഇടയായി. 25 rupees they have debt. എന്നാൽ ആ കടക്കാരൻ 25 രൂപ അദ്ദേഹത്തിന് കൊടുത്തു. वो debt तो उन्होंने चुका लिया। എന്നിട്ട് അദ്ദേഹം ആ കാശുമായി പുറപ്പെട്ടു പോയി. But എന്നാൽ जो छोटा भाई था, ഈ സഹോദരൻ ഇളയവനായിരുന്നു. जिन्होंने अपने जो शर्ट में से जो पैसे चुराए थे, ഈ കാശ് തന്റെ ഷർട്ടിൽ സൂക്ഷിച്ചിരുന്നു. वो अपने मन में प्रायश्चित कर रहा था. തന്റെ ഹൃദയത്തിൽ ഒരു പശ്ചാത്താപം തനിക്ക് അനുഭവപ്പെട്ടു. उसने सोचा ये मैंने गलत किया है. തന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഞാൻ ചെയ്തത് തെറ്റായ കാര്യമാണല്ലോ. वो मन में बेचैन था. ഇങ്ങനെ അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. तो उसने एक दिन सोचा, मैं अपने पिताजी से बोलूंगा. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഒരു ദിവസം എന്റെ പിതാവിനോട് പറയും. बट उसको हिम्मत नहीं हुई कि वो अपने पिताजी को बोले. എന്നാൽ പിതാവിനോട് പറയുവാനുള്ള ധൈര്യം തനിക്ക് ഇല്ലാതിരുന്നു. एक दिन उसने पूरा जो उसने काम किया था गलत, उसने एक पत्र, एक 1 letter he is written. ആ സമയത്ത് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു ലെറ്ററിൽ താൻ എഴുതുവാനിടയായി.
वो हिम्मत करके अपने पिताजी को वो लेटर दे दिया। ആ വളരെ ധൈര്യത്തോടുകൂടെ പിതാവിനെ ആ ലെറ്റർ ആ കത്ത് ഏൽപ്പിച്ചിട്ട് जब उसके पिताजी वो लेटर पढ़ रहे थे, ആ പിതാവ് അത് വളരെ വ്യക്തമായി വായിക്കുവാനിടയായി. वो जो बातें उसने उनके लड़के ने गलत की थी, എന്നാൽ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും ഈ മകൻ ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ താൻ എഴുതി അതിന് പ്രായശ്ചിത്തം മാപ്പ് ചോദിക്കുന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. उनके पिताजी रोने लगे। ഈ മകൻ പിതാവ് അറിയാതെ ചെയ്തതായ തെറ്റുകൾ തിരിച്ചറിഞ്ഞപ്പോൾ പിതാവ് വളരെ കണ്ണുനീരോടുകൂടെ കരയുവാൻ തുടങ്ങി. वो कुछ अपने बेटे को नहीं बोला, ആ മകനോട് താൻ ഒന്നും പറഞ്ഞില്ല. वो मन ही मन रोने लगे। എന്നാൽ തന്റെ ഹൃദയം തകർന്നവനായി താൻ മകനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. वो लड़का भी रोने लगा। ആ കുഞ്ഞിതൊന്നും അറിയുന്നില്ല. उसके पिताजी ने पूरा लेटर पढ़ लिया। ആ പിതാവ് ആ കത്ത് അത് പൂർണ്ണമായി വായിച്ചിട്ട് उसने वो लेटर फाड़ दिया। ആ ലെറ്റർ is told അദ്ദേഹം അതിനെ കീറിക്കളയുവാനിടയായി. and वो सो गया। എന്നിട്ട് താന് അതിനെ മറന്നു കളയുവാനിടയായി. वो लड़के को मालूम पड़ा कि मेरे पिताजी ने मुझे माफ कर दिया। എന്നാൽ ഈ മകന് ഒരിക്കലും വിശ്വസിക്കുവാൻ ഇടയായില്ല. ഇതറിയുമ്പോൾ എന്റെ പിതാവ് ക്ഷമിച്ചിരിക്കുമെന്ന് ഒരിക്കലും ആ മകൻ ചിന്തിച്ചതേയില്ല. उनके पिताजी ने उस बेटे को कोई शिक्षा नहीं दी। എന്നാൽ ആ പിതാവ് ആ ചെയ്തതായ തെറ്റുകൾക്ക് ഈ മകന് ഒരു ശിക്ഷ പോലും കൊടുക്കാതെ बट वो लड़का समझ गया कि मेरे पिताजी ने मुझे माफ कर दिया। കൊടുക്കാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ സ്നേഹത്തോടുകൂടെ താന് ഇടപെടുന്നത് കണ്ടിട്ട് എന്റെ പിതാവ് എന്നോട് സകലതും ക്ഷമിച്ചെന്ന് ആ മകന് മനസ്സാക്ഷിയിൽ ബോധ്യമാകുവാനിടയായി. वो लड़के ने जो चोरी की थी वो बहुत बड़ा बोझ उसके ऊपर था, वो बोझ उसके जीवन में से निकल गया। നോക്കിക്കേ, അവൻ അനേക കള്ളത്തരങ്ങൾ അനേക മോഷണങ്ങൾ നടത്തിയ ഒരു മകനാണ്. ആ മോഷണങ്ങളും ആ വഴിപിടച്ച ജീവിതങ്ങളുമെല്ലാം ഈ പിതാവ് ഈ പേപ്പർ ചുരുട്ടി എറിഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കപ്പെടുവാനിടയായി. वो और कोई नहीं है, वो हमारे देश के राष्ट्रपिता महात्मा गांधी जी थे। നിങ്ങൾക്കറിയാമോ, ആ മകനായിരുന്നു നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി. ये सच्ची घटना है। ഇതൊരു യഥാർത്ഥ സംഭവം. वो अपने आप को अपने पिता के सामने पूरी तरह से अपने आप को समर्पित किया। ഇതേപോലെ നമ്മുടെ സ്വർഗീയ പിതാവിനോട് നമ്മുടെ ഓരോ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഇന്ന് രാത്രികാലം ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വന്നാൽ उसने बोला आपसे मैं कभी भी चोरी नहीं करूंगा। നിങ്ങൾ ഏതൊക്കെ ചെയ്ത തെറ്റുകൾ ഓർത്തിട്ട് ഞാൻ ഇനി അങ്ങനെയുള്ള ഒരു പാപത്തിലേക്ക് ഞാൻ പോകുകയില്ല എന്ന് നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ, ऐसे हमारे जीवन में भी कई प्रकार की गलतियां हैं। നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യ പരസ്യമായ ഏത് വലിയ തെറ്റ് നിങ്ങൾ ചെയ്തവരാകട്ടെ, हमने भी कई प्रकार की चोरी की है। നിങ്ങൾ ഒരു പക്ഷേ കള്ളത്തരങ്ങൾ കാണിച്ചവരായിരിക്കാം. परमेश्वर को नहीं पसंद है ऐसी कई बातें हमने भी की है। ദൈവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടാതെ ജീവിച്ചവരായിരിക്കാം. इसलिए उस कन्वेंशन का जो बैनर है ഇവിടെ ഒരു കൺവെൻഷന്റെ ബാനർ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. वहाँ पे लिखा है അതിൽ എഴുതിയിരിക്കുന്നു, मन फिराओ മാനസാന്തരപ്പെടുക, क्योंकि स्वर्ग का राज्य निकट आया है। മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. अगर परमेश्वर का राज्य निकट आया है तो നമ്മുടെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എങ്കിൽ हमको मन फिराने की जरूरत है। നാം മാനസാന്തരപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. अगर हम प्रभु यीशु मसीह को जानते हैं तो भी, യേശുവിനെ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ, अगर हम प्रभु यीशु मसीह के अनुसार जीवन नहीं जी रहे हैं, യേശുവിനെ അനുസരിച്ച് ജീവിക്കാതെ പോയാൽ, परमेश्वर के वचन के अनुसार जीवन नहीं जी रहे हैं तो ദൈവവചനം അനുസരിക്കാൻ കഴിയാതെ പോയാൽ हमें पश्चाताप करने की जरूरत है। നിങ്ങൾ ഇന്ന് രാത്രികാലം പശ്ചാത്താപത്തോടെ പാപക്ഷമ പ്രാപിക്കുവാൻ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുത്തു വരിക. हमें मन फिराने की जरूरत है। മാനസാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. अगर हम अपने पापों का अंगीकार करेंगे, നിങ്ങൾ ചെയ്ത തെറ്റുകളെ അംഗീകരിച്ചാൽ हम छोटे नहीं हो जाएंगे। നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരിക്കലും ചെറിയവരാകുകയില്ല. अगर महात्मा गांधी जी अपनी गलती को अपने पिताजी के सामने मान लेता है तो
മഹാത്മാഗാന്ധി തന്റെ പിതാവിനോട് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞപ്പോൾ താൻ ചെറിയവനായില്ല, താൻ ഒരു മഹാനായി മാറുവാനിടയായി. हमको परमेश्वर के पिता के सामने जो सर्वशक्तिमान परमेश्वर है उसके सामने अपने आप को दीन करते हुए हमारी गलतियों को मानकर परमेश्वर के सामने हमें दीन बनने की जरूरत है. ഒരു ലോകത്തിലെ പിതാവ് തന്റെ മകനോട് ക്ഷമിച്ചെങ്കിൽ ഞാനും നിങ്ങളും ചെയ്ത തെറ്റുകൾ എന്റെ നിങ്ങളുടെ സൃഷ്ടിതാവിനോട് പറഞ്ഞാൽ എത്രയധികം ക്ഷമിക്കാതിരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हालेलुया. ഹല്ലേലൂയ. महात्मा गांधी जी सत्य की राह पे चलने के कारण हमारे देश के राष्ट्रपिता बन गए. താൻ ഒരു സത്യത്തിലേക്ക് തിരിഞ്ഞതിന്റെ കാരണം ആ സ്തോത്രം ഈ രാജ്യത്തിന്റെ മഹാ പദവിയിലേക്ക് വരുവാനിടയായി. हम जीवित परमेश्वर की आराधना करने वाले लोग हैं. നാം ദൈവത്തെ ആരാധിക്കുന്നവരാണെങ്കിൽ हमें परमेश्वर की आराधना बड़े भय भक्ति के साथ करना है. നാം ദൈവത്തെ ആരാധിക്കേണ്ടത് വളരെ ഭയഭക്തിയോടുകൂടി ആയിരിക്കണം. जैसे मैथ्यू 4 verse 70 says, മത്തായി സുവിശേഷം 4:17 പറയുന്നു, उस समय ആ സമയം यीशु ने प्रचार करना യേശു കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങി. और यह कहना आरंभ किया. വായിക്കാവുന്ന मैथ्यू 14 verse 17. മത്തായി 14:17. മത്തായി 14:17 അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. हालेलुया. ഹല്ലേലൂയ. प्रभु यीशु मसीह ने क्यों यह प्रचार करना शुरू किया? 4:17. 4:17. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. प्रभु यीशु मसीह ने यह प्रचार करना क्यों शुरू किया? യേശു കർത്താവ് എപ്പോഴാണ് മാനസാന്തരപ്പെടാൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്? जब हम ऊपर की आयत को पढ़ते हैं, നാം അതിന് മുകളിലോട്ട് വായിച്ചാൽ वहाँ पे लिखा है, അവിടെ ഇപ്രകാരം लोग എഴുതിയിരിക്കുന്നു. अंधकार में बैठे हुए थे. യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ 16 verse. 16 വാക്യം, യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. 4 verse 16. ഓക്കെ. Matthew 4 verse 16. മത്തായി 4:17. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു. അതിന്റെ 16 വാക്യം, 16. 4 verse 16. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. Not 14. 16. 16 only. Yeah. In Malayalam like that only. Oh, yeah. The downside. ഓക്കെ, താഴോട്ട് വായിക്കാം. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ Yeah. പത്രോസ് എന്ന പേരുള്ള ശിമോൻ അവന്റെ സഹോദരനായ അന്ത്രിയോസ് No. 16. 60. 1:6. Yeah, that is only reading. So in Hindi there is nothing. So जो लोग अंधकार में बैठे थे, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലെ ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാൻ എഴുതി. not Matthew. ഓക്കെ. സെയിം ഓൺലി. Yeah. Okay, no problem. യോ. जो लोग अंधकार में बैठे थे, അന്ധകാരത്തിൽ ഇരിക്കുന്നതായ ഒരു കൂട്ടം ജനം उन्होंने बड़ी ज्योति पाई. അവർ അന്ധകാരത്തിൽ ബന്ധനത്തിലിരിക്കുമ്പോൾ जो मृत्यु के देश में, ആ മരണത്തിന്റെ നിഴലിൽ കഴിയുന്ന ദേശത്തിലും छाया में बैठे थे, ഇരുന്നവർക്ക് उन्होंने ज्योति पाई. അവിടെ ഒരു അത്ഭുത പ്രകാശം ഉദിച്ചു. जब प्रभु यीशु मसीह ने अपने प्रचार के समय को शुरुआत की, യേശു കർത്താവ് തന്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ उस समय भी ആ സമയത്ത് कई लोग अंधकार में पड़े हुए थे. ഇന്നത്തെ പോലെ അനേക ജനം ദൈവമില്ലാതെ അന്ധകാരത്തിലായിരുന്നു. पाप के अंधकार में पड़े हुए थे. പാപം എന്ന് പറയുന്നത് അന്ധകാരമാണ്. अधर्म के अंधकार में पड़े हुए थे. ഈ ലോകത്തിലെ അധാർമികമായ ജീവിതം അത് അന്ധകാരമാണ്. दुष्ट आत्मा के अंधकार में पड़े हुए थे. പിശാചിന്റെ പിടിയിലിരിക്കുന്നവർ അന്ധകാരത്തിലാണ്. हर एक प्रकार के व्यभिचार के पाप के अंधकार में पड़े हुए थे. വ്യഭിചാരം ചെയ്യുന്നവരെല്ലാം ഈ അന്ധകാരത്തിന്റെ പിടിയിലാണ്. तंगी के अंधकार में पड़े हुए थे. ഇങ്ങനെയായിരിക്കുമ്പോൾ कई प्रकार के अंधकार में पड़े हुए लोग थे. ഈ ലോകത്തിൽ പലവിധമായ അന്ധകാരങ്ങളുണ്ട്. That's why അതുകൊണ്ട് प्रभु यीशु मसीह ने प्रचार का कार्य शुरू किया. യേശു കർത്താവ് പ്രസംഗം ആരംഭിച്ചപ്പോൾ प्रभु यीशु मसीह ने अपने प्रचार का आरंभ किया. യേശു കർത്താവ് തന്റെ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ फिराओ, മാനസാന്തരപ്പെടുവിൻ,
क्योंकि स्वर्ग का राज्य निकट है। കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. स्वर्ग उतर कर पृथ्वी पे आया था। യേശു കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഭൂമിയിൽ വന്നിട്ടാണ് ഇത് പറയുന്നത്. वो सर्वशक्तिमान परमेश्वर लोगों के पास आया। സർവശക്തനായ ദൈവം സ്വർഗം വെടിഞ്ഞ് ഭാവികളായ മനുഷ്യരെ തേടി വന്നു. क्योंकि वो लोगों के जीवन में से अंधकार दूर करना चाहता था। നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുവാനായി कि लोग परमेश्वर की ज्योति को पाए। ഈ ജനം യേശുവാകുന്ന പ്രകാശത്തെ സ്വീകരിച്ചാൽ कि किसी भी व्यक्ति का नाश न हो। ഒരു വ്യക്തിയും നശിക്കുകയില്ല. क्योंकि कई लोग मृत्यु के देश में पड़े हुए थे। ഇന്നും പലരും ഈ ദേശത്തിൽ മൃത്യുവിന്റെ മരണത്തിന്റെ അന്ധകാരത്തിന്റെ പിടിയിലാണ്. कई लोग पाप क्षमा वहाँ पे पाए हुए नहीं थे। ഇന്ന് വരെയും പാപക്ഷമ പ്രാപിക്കാത്ത ഈ ദേശത്തിൽ അനേകര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. कई लोगों का मृत्यु निश्चित था वहाँ पे। നിങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നുള്ള കാര്യം മറക്കരുത്. शारीरिक मृत्यु और आत्मिक मृत्यु निश्चित था। ഈ ലോകത്തിലുള്ളതായ പിശാച് മരണത്തിന്റെ അധികാരിയാണ്. इसलिए परमेश्वर ने वहाँ पे वो प्रचार का आरंभ किया। അതുകൊണ്ട് യേശു പ്രസംഗം ആരംഭിച്ചപ്പോൾ मन फिराओ, മാനസാന്തരപ്പെടുക. जब तक एक मनुष्य मन नहीं फिराएगा परमेश्वर के राज्य को नहीं दे सकता। ഇന്ന് നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യം നീ അവകാശമാക്കുകയില്ല. एक व्यक्ति पाप क्षमा नहीं पाएगा तब तक परमेश्वर के राज्य में प्रवेश नहीं कर सकता। ഏത് വ്യക്തിയായാലും നീ പാപക്ഷമ യേശുവിൽ നിന്ന് പ്രാപിച്ചില്ലെങ്കിൽ നീ സ്വർഗരാജ്യം നീ കണി കാണുകയില്ല. अगर आप अभी भी अंधकार में पड़े हुए हैं, ഇതുവരെയും നീ അന്ധകാരത്തിലാണ് ജീവിച്ചതെങ്കിൽ अगर आप प्रभु यीशु मसीह को जानते होंगे, യേശുവിനെ ഇന്ന് രാത്രികാലം നീ സ്വീകരിച്ച് ഈ വെളിച്ചത്തിലേക്ക് വരിക. लेकिन हम स्वर्ग राज्य नहीं जा पाएंगे। അല്ലെങ്കിൽ നിനക്കൊരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ല. स्वर्ग राज्य जाना है तो നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ मन फिराना पड़ेगा। നീ മാനസാന്തരപ്പെടേണ്ടത് ആവശ്യം. प्रभु यीशु मसीह को अपने जीवन में अंगीकार करना पड़ेगा। യേശുവിനെ നിന്റെ ഹൃദയത്തിൽ നീ കർത്താവിന്റെ രക്ഷിതാവുമായി അംഗീകരിക്കേണ്ടത് ആവശ്യം. और जैसे प्रभु यीशु मसीह का वचन हमको कहता है, യേശു ക്രിസ്തുവിന്റെ വചനം നിന്നോട് പറയുന്നു. वैसा ही हमारा जीवन होगा तो ही हम जा सकते हैं। യേശു കർത്താവിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്ഥാനം കൊടുത്ത് ജീവനിലേക്ക് കടക്കുവാൻ. क्योंकि वहाँ पे गलील में कई लोगों के ऊपर मृत्यु छाया की हुई थी। യേശു ഈ വചനം പറയുന്ന സമയത്ത് ഗലീലയുടെ ആ കടൽ തീരങ്ങളിൽ അനേകർ ഈ അന്ധകാരമാകുന്ന വ്യഭിചാരത്തിലും മദ്യപാനത്തിലും പാപ സ്വഭാവങ്ങളിലും അവർ മുഴുകിക്കൊണ്ട് ജീവിച്ചവരായിരുന്നു. जब प्रभु यीशु मसीह उस देश से जा रहे थे, യേശു ആ ദേശത്തിലേക്ക് പോകുമ്പോൾ कई लोगों ने ज्योति पाई। വളരെ ജനത്തെ താൻ കാണുവാനിടയായി. आज प्रभु यीशु मसीह यहाँ पे है। യേശു കർത്താവ് അവരുടെ മധ്യേ നിന്നുകൊണ്ട് प्रभु यीशु मसीह अगर हमारे बीच में से जा रहे हैं, ഇന്ന് രാത്രി കാലം യേശു നമ്മുടെ നടുവിൽ വന്നിട്ടുള്ളത് പോലെ आज हम विश्वास करेंगे, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ प्रभु इस अंधकार में से छुड़ाने के लिए तैयार है। നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അന്നത്തെ പോലെ ഇന്നും മാറ്റാൻ അവൻ സർവശക്തനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. इस देश में से हमको आजाद करने के लिए तैयार है। ഈ രാത്രി കാലം അവൻ നിന്നെ സ്വീകരിപ്പാൻ തയ്യാറാണ്. अगर हमको ऐसा लगता है നിങ്ങൾ ചെയ്താൽ आज भी मेरा जीवन मसीह के सामने व्यवस्थित नहीं है, കർത്താവേ ഇന്ന് രാത്രികാലം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിട്ട് പോലും യേശുവിന്റെ സന്നിധിയിൽ ഞാൻ നേരോടെ ഒരു ജീവിതം നയിക്കാത്ത വ്യക്തിയാണെന്ന് സമ്മതിക്കുക. आज यहाँ से प्रभु यीशु मसीह जा रहे हैं। യേശു കർത്താവ് ഇന്ന് രാത്രികാലം ഈ ദേശത്തിന്റെ മധ്യത്തിലൂടെ നടകൊള്ളുകയാണ്. जो अपने घर में बैठ के सुन रहे हैं, आपके घर के पास से प्रभु यीशु मसीह जा रहे हैं। ഇന്ന് രാത്രികാലം വീടിന്റെ വരാന്തകളിലും അകത്ത് വിരുന്ന് കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിന്റെ സമീപത്ത് ഈ യേശു കർത്താവ് നടകൊള്ളുകയാണ്. अगर आप यीशु को छुओगे, നിങ്ങൾ ഒരു വെളിപ്പാട് അകലെ ആ യേശുവിന്റെ കരമൊന്ന് പിടിക്കാൻ വിളിക്കുവാൻ തയ്യാറായാൽ आप छुटकारा पाओगे। യേശു നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. जहाँ भी प्रभु यीशु मसीह गए, യേശു കർത്താവ് ആ ഗലീല കടലിലൂടെ നടന്നു പോയപ്പോൾ परिस्थिति बदल गई। ആ മനുഷ്യരുടെ ജീവിതം വ്യത്യാസപ്പെടാനിടയായി. उस दिन से गलील में कभी भी अंधकार नहीं रहा। അവരുടെ ജീവിതത്തിലെ അന്ധകാരം ആരൊക്കെ യേശുവിനെ ഏറ്റെടുത്തുമോ അവരുടെ ജീവിതത്തിലെ അന്ധകാരം മാറുവാനിടയായി. आज हमको लगता है कि हमारे घर में अंधकार भरा हुआ है। ഇന്ന് രാത്രികാലം ഞാൻ പറഞ്ഞതുപോലെ ഇതേ ഈ വിധത്തിലുള്ള ഏതെങ്കിലും അന്ധകാരത്തിന്റെ നിഴൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ യേശുവാകുന്ന വെളിച്ചത്തെ സ്വീകരിച്ചാൽ അന്ധത അവിടെ നിന്ന് മാറിപ്പോകും. परमेश्वर उस अंधकार को
को दूर करना चाहता है। നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റുവാൻ യേശു വന്നിട്ടുണ്ട്. या पारिवारिक समस्या हो, നിങ്ങളുടെ കുടുംബത്തിൽ ദുഃഖത്തിലാണോ? नौकरी की समस्या हो, നിങ്ങൾക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്നോ? परिवार में कई प्रकार की समस्या हो, കുടുംബത്തിലുള്ള പല പ്രശ്നങ്ങളാൽ ഭാരത്തിലാണോ? आर्थिक समस्या हो, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണോ? आत्मिक समस्या हो, ആത്മീകമായി അധമതലത്തിലാണോ? एनी हाउ എന്തായാലും परमेश्वर आज आपके पास है। നിങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളുടെ അടുക്കലുണ്ട്. अगर आप आपके जीवन पे उजियाला चाहते हैं, प्रभु यीशु ഇന്ന് मसीह का, രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ ലോകത്തിന്റെ വെളിച്ചമായവൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. परमेश्वर आपके जीवन के हर एक क्षेत्रों को बदलने के लिए तैयार നിങ്ങളുടെ है। ജീവിതത്തിലെ സമസ്ത മേഖലകളെയും മാറ്റിമറിക്കുവാൻ യേശു ഇന്ന് രാത്രികാലം ഇവിടെ ഉണ്ട്. He is able to do everything. അവൻ നിങ്ങൾക്ക് വേണ്ടി സകലതും ചെയ്യുവാൻ क्या ആഗ്രഹിക്കുന്നു. आप विश्वास करते हैं क्या? നിങ്ങൾ വിശ്വസിച്ചാൽ, अगर आप विश्वास करते हैं तो നിങ്ങൾ ഇന്ന് രാത്രികാലം വിശ്വസിക്കുമെങ്കിൽ मेरा प्रभु आज करने के लिए तैयार है। ഈ രാത്രികാലം ആ കർത്താവ് നിങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാണ്. उससे बढ़कर, അതിനുശേഷം संसार की बातों से बढ़कर കർത്താവ് ഈ ലോകത്തിലുള്ളതായ അന്ധകാരത്തെ വിട്ടേച്ച് मेरा परमेश्वर स्वर्ग के लिए आपको तैयार कर देगा। നോക്കിക്കേ, ഈ ലോകത്തിൽ നിന്ന് ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളെ കൊണ്ടുപോകാൻ ഇന്ന് രാത്രികാലം വന്നിട്ടുണ്ട്. उस अनंत जीवन के लिए परमेश्वर हमको तैयार करेगा। ആ തന്റെ നിത്യജീവൻ നൽകുവാൻ അവൻ സ്വർഗം വെടിഞ്ഞ് നമ്മെ തേടി വന്നു. यहाँ की सारी वस्तुएं नष्ट हो जाएगी। നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, हम जो भी संसार में कमाएंगे, जो भी हमारे पास रहेगा, घर हो, बंगला हो, गाड़ी हो, कुछ भी हो, वो सब कुछ नष्ट हो जाएगा। ഈ ലോകത്തിലുള്ളതായി വീടോ, നിങ്ങളുടെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളോ, ആഡംബര വാഹനങ്ങളോ എന്തെങ്കിലും നഷ്ടമായാൽ അതൊരു നഷ്ടമേ അല്ല. हमारे साथ आएगा वो अनंत जीवन। കർത്താവിന്റെ സന്നിധിയിൽ ദൈവവചനം പറയുന്നു, നീ നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ അതൊരിക്കലും നിത്യ നഷ്ടമായി മാറും. इसलिए प्रभु यीशु मसीह स्वर्ग छोड़कर इस जगह पृथ्वी ആ पर आए। നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ് സ്വർലോക മഹിമകളുടെ വെടിഞ്ഞ യേശു ഈ താണലോകത്തിലേക്ക് എന്നെ നിങ്ങളെ തേടി വന്നത്. हर एक मनुष्य के लिए उद्धार है। നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു ഈ ലോകത്തിലേക്ക് വന്നു. आज प्रभु यीशु मसीह सबको आमंत्रित कर रहा है। ഇന്ന് രാത്രികാലം യേശുവിൽ നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയും. मन फिराओ, മാനസാന്തരപ്പെടൂ. स्वर्ग का राज्य निकट है। സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. जो भी व्यक्ति हो, ആരൊക്കെ ഇത് കേൾക്കുന്നുവോ, किसी भी जाति का हो, ഏത് ജാതിയിലുള്ളവരാകട്ടെ, किसी भी धर्म का हो, ഏത് ജോലിയിലുള്ളവരാകട്ടെ, काला हो, गोरा हो, നിങ്ങളേത് വലിയവനോ ചെറിയവനാട്ടെ, जो भी व्यक्ति प्रभु यीशु मसीह के ऊपर विश्वास करेगा, ഇന്ന് രാത്രികാലം യേശുവിൽ വിശ്വസിച്ചാൽ प्रभु यीशु मसीह उसको उद्धार देगा। നിങ്ങളെ രാത്രികാലം യേശു കർത്താവ് വിടുവിക്കും. यीशु मसीह उनको अनंत जीवन देगा, യേശു നിങ്ങൾക്ക് നിത്യജീവൻ തരും. क्योंकि प्रभु यीशु मसीह सारे मनुष्य जाति के लिए आया। യേശു ഈ ഭൂമിയിൽ വന്നത് സകല മാനവരാശിക്കും വേണ്ടിയാണ്. सारे मनुष्य जाति के लिए उसने कालवरी क्रूस के ऊपर अपना बलिदान दिया। യേശു കാൽവരിയിൽ മരിച്ചത് സമസ്ത മനുഷ്യർക്കും വേണ്ടിയാണ്. सारे मनुष्य जाति के पाप की कीमत प्रभु यीशु मसीह ने कालवरी क्रूस के ऊपर चुका दी। സകല മനുഷ്യരും പാപികളായതുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി യേശു കാൽവരിയിൽ മരിച്ചു. वो कालवरी क्रूस के ऊपर मुझे और आपको लटकना था। എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ കാൽവരിയിൽ ആ യേശു സ്വയം ഏറ്റെടുത്ത് മരിച്ചു. हमारी जगह पर वो बलिदान हुआ। ഞങ്ങളുടെ ദേശത്തിൽ ഗുജറാത്തിൽ അനേക യാഗങ്ങൾ നടക്കാറുണ്ട്. आज हम प्रभु के पास आए हैं तो ഇന്ന് ഞങ്ങൾ യേശു കർത്താവിന്റെ സന്നിധിയിൽ അതെല്ലാം വിട്ടിട്ട് വന്നതുകൊണ്ട് हालेलुया, ഹല്ലേലൂയ, हम अपने आप को प्रभु के सामने समर्पित करें। ഇന്ന് രാത്രി കാലത്തില് യേശു കർത്താവിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണമുള്ള ജീവിതം നയിച്ചത് കൊണ്ട് നിങ്ങളും നയിക്കുക. इस संसार में मृत्यु की छाया में रहकर हमारे जीवन को खत्म ना करे। മരണത്തിന്റെ നിഴലിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രികാലം നിങ്ങളെ ആ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ യേശു വന്നിട്ടുണ്ട്. हमें बहुत बड़ा सौभाग्य प्रभु ने दिया है। നിങ്ങൾക്കറിയാമോ, നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സൗഭാഗ്യശാലികൾ. मैथ्यू 3 verse 2 भी पढ़े। മത്തായി സുവിശേഷം 3:2 വായിക്കാം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞു. हालेलुया, ഹല്ലേലൂയ. ये യോഹന്നാൻ बपतिस्मा देने वाले का प्रचार है। യോഹന്നാൻ സ്നാപകൻ സ്നാനം നടത്തുന്നതായ സമയത്ത് പ്രസംഗിക്കുന്നത് मन फिराओ, മാനസാന്തരപ്പെടുക, क्योंकि स्वर्ग का राज्य निकट है। കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ. वही
യോഹന്ന बपतिस्मा ने जो प्रभु यीशु मसीह के लिए अपने रास्ते को तैयार किया, ആ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറയുമ്പോൾ യോഹന്നാൻ തന്റെ യേശുവിന്റെ ഒന്നാമത്തെ വരവിന് വഴിയൊരുക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. वही वचन को लेकर प्रभु यीशु मसीह ने भी अपनी सेवकाई आरंभ कर दी. യേശു കർത്താവ് യോഹന്നാന്റെ കീഴിൽ സ്നാനപ്പെട്ടിട്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. आज वही परमेश्वर आज मुझसे और आपसे कह रहा है, ഇന്ന് രാത്രികാലം ആ അതേ കർത്താവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, अगर अभी तक हमने मन नहीं फिराया है, ഇന്ന് വരെ നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ शायद हम प्रभु यीशु मसीह को ग्रहण किए होंगे, യേശു കർത്താവിനെ തിരിച്ചറിയുന്ന ഈ രാത്രികാലം हम विश्वास करते होंगे, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ, हम मसीह कहलाते होंगे, യേശു കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ शायद पिता पुत्र पवित्र आत्मा के नाम से बपतिस्मा भी लिया होगा, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ യോഹന്നാന്റെ കീഴിൽ യേശു യോർദാൻ നദിയിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ടതുപോലെ ചെയ്തില്ല എങ്കിൽ लेकिन हमें मन फिराने की जरूरत है. നിങ്ങൾ ഇന്ന് രാത്രികാലം മാനസാന്തരപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കൊരു മാനസാന്തരം അതിനു മുൻപേ ആവശ്യമാണ്. क्योंकि अगर हमारा जीवन, हमारा व्यवहार, हमारा स्वभाव, our behavior is not like Jesus Christ, we have നിങ്ങളെങ്കിൽ to repent. ഇന്ന് രാത്രികാലം യേശുവിന്റെ സ്വഭാവത്തിലല്ല നിങ്ങളുടെ പോക്ക്. നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്നവർ മാനസാന്തരപ്പെട്ടേ പറ്റൂ. प्रभु यीशु मसीह पूरी तरह से हमको बदलना चाहता है. യേശു കർത്താവ് പൂർണ്ണമായി നിങ്ങൾക്കൊരു മാറ്റം തരണമെങ്കിൽ ആ ദൈവത്തിന്റെ നീതി നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. हमें मन से अपने आप को तैयार करना है. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വ്യക്തിപരമായി യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കണം. इसलिए प्रभु यीशु मसीह को हमारे मन में स्थान देना है और उसके जैसे बनने की हमें कोशिश करना है. യേശു കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് സ്ഥാനം കൊടുക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ഒരു ജീവിതം നയിപ്പാൻ കഴിയൂ. इसलिए परमेश्वर के वचन में लिखा है, അതുകൊണ്ട് ദൈവവചനം പറയുന്നു, तुम्हारा शरीर परमेश्वर का मंदिर है. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുന്ന മന്ദിരമാണെന്ന്. अगर जो कोई उस मंदिर का नाश करेगा, ഈ മന്ദിരമാകുന്ന ശരീരത്തെ നീ നശിപ്പിച്ചാൽ परमेश्वर उसका भी नाश करेगा. ദൈവം നിന്നെ നശിപ്പിക്കുമെന്ന് പറയുകയാണ്. इसलिए അതുകൊണ്ട് अगर हम परमेश्वर के वचन के अनुसार नहीं चलते हैं, നാം ദൈവവചനം അനുസരിച്ച് ജീവിക്കാതെ പോയാൽ तो हमें परमेश्वर के सामने एक क्षमा मांगने की ഇന്ന് जरूरत है. രാത്രികാലം ദൈവത്തോട് ക്ഷമ ചോദിക്കുക. क्योंकि हमारा परमेश्वर हमें क्षमा करने वाला परमेश्वर നമ്മുടെ है. കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്. परमेश्वर हमारे स्वभाव को बदलना चाहता है. നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം. प्रभु हमारी बोली को बदलना चाहता है. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനാണ് ദൈവം. प्रभु हमारे देखने का नजरिया बदलना चाहता है. നമ്മുടെ നോട്ടത്തെ മാറ്റിയെടുക്കുന്നവനാണ് ദൈവം. परमेश्वर हमारे सुनने का नजरिया बदलना चाहता നമ്മുടെ है. കേൾവികളെ അവൻ മാറ്റുന്നു. परमेश्वर हमको पूरी तरह से बदलना चाहता നിങ്ങളെ है. പൂർണ്ണമായി നിങ്ങളുടെ കാഴ്ച കേൾവി ജീവിതത്തെ മാറ്റുവാൻ ഈ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കഴിയുകയുള്ളൂ. हमारे पुराने मनुष्यत्व को हम उतार फेंके. അതുകൊണ്ട് മനുഷ്യൻ മാനസാന്തരപ്പെടുക. जब तक हम पुराने मनुष्य को उतार कर नहीं फेंकेंगे, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനാകുന്ന പഴയ ജീവിതം നഷ്ടപ്പെടുത്തുക. तो परमेश्वर के उस स्वर्ग राज्य का हम अनुभव नहीं करने पाएंगे. നിങ്ങൾ ഇന്ന് രാത്രികാലം സ്വർഗ രാജ്യത്തിന്റെ പൗരൻ എന്നുള്ള അനുഭവത്തിലേക്ക് കടന്നു വരിക. परमेश्वर के वचन में लिखा है, ദൈവവചനം പറയുന്നു, एफेसियों की पत्री में, എഫേസ്യർക്ക് എഴുതിയ ലേഖനം वो भी पढ़ ले, एक 1:3 Ephesians chapter എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. 1 minute. Ephesians 1:3 He was chosen us before the foundation of the world. Praise the Lord. Hallelujah. धन्यवाद राजेश, धन्यवाद राजेश. स्टार्ट करो. Colossians 1:13. Colossians കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:13. 1:13 Colossians 1:13. 13 1:3. അവനിൽ നിങ്ങൾക്കും
നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. हालेलुया। ഹല്ലേലൂയ. मुझे नहीं मालूम वो मलयालम में कैसे लिखा, लेकिन हिंदी में इस प्रकार लिखा है, उसने हमें अंधकार के वश से छुड़ाकर अपने प्रिय पुत्र के राज्य में प्रवेश कराया. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നാണ്. जिस व्यक्ति ने प्रभु यीशु मसीह को अपने जीवन में उद्धारकर्ता के रूप में ग्रहण किया, 1:3 അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അതുകൊണ്ട് 1:3 13 Colossians 1:30. അത് തന്നെ നേരത്തെ വായിച്ചത്. ഓക്കെ that is correct. 1:13 അന്ധകാരത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. जिन्होंने प्रभु यीशु मसीह को ग्रहण किया, എത്ര പേരാണോ യേശുവിനെ അംഗീകരിച്ചത്, जितने लोग प्रभु यीशु मसीह को उद्धारकर्ता के रूप में ग्रहण करके मसीह कहलाते हैं, എത്ര പേരാണ് യേശു ക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്, उन लोगों को ആ ജനത്തിന് परमेश्वर के राज्य में प्रवेश करा दिया है. അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. वहाँ पे ऐसा नहीं कहा कि कराएगा. അവർക്ക് അല്ലാത്തവർക്ക് പ്രവേശനമില്ല. We are in the kingdom of God. നമ്മൾ അങ്ങനെയുള്ളവർ അതിനു മുൻപേ अगर ദൈവരാജ്യത്തിലാക്കപ്പെട്ടിരിക്കുകയാണ്. हम परमेश्वर के राज्य में पाए जाते हैं तो നാം ദൈവരാജ്യത്തിലാക്കപ്പെട്ടാൽ हमें परमेश्वर के राज्य के अनुसार जीवन बिताना पड़ेगा. ആ സ്വർഗരാജ്യത്തിന് ഹിതമായ രീതിയിൽ വേണം ജീവിതം നയിക്കുവാൻ. क्योंकि उस राज्य का मालिक हमारा प्रभु यीशु मसीह है. ആ സ്വർഗരാജ്യത്തിന്റെ ഉടമസ്ഥൻ യേശു കർത്താവാണ്. अगर हम उस राज्य में परमेश्वर के वचन के अनुसार नहीं चलेंगे तो उस राज्य में रहने के लिए लायक नहीं है. ആ സ്വർഗരാജ്യത്തിന് യോഗ്യമായിട്ട് ഞാനും നിങ്ങളും ജീവിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ആ സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയും? इसलिए शायद हम प्रभु यीशु मसीह को जानते होंगे. അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞവരെ, अगर हमारा जीवन उस वचन के अनुसार और परमेश्वर के अनुसार नहीं है तो ഈ വചനപ്രകാരം യേശുവിന് ഹിതമായിട്ടുള്ള രീതിയിൽ ജീവിതം നയിക്കാതെ പോയാൽ तो हमारा उस राज्य में रहना असंभव है. നമ്മൾ ഒരിക്കലും ആ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. इसलिए परमेश्वर के पहले प्रचार का आरंभ में कहा, അതുകൊണ്ട് യേശു കർത്താവ് ദൈവവചനം ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നു, मन फिराओ, മാനസാന്തരപ്പെടുക, ईश्वर का राज्य निकट है. സ്വർഗരാജ്യം സമീപിച്ചു വന്നിരിക്കുകയാണ്. हमने परमेश्वर के उस राज्य का अनुभव करना है ഈ ദൈവരാജ്യത്തിന്റെ അനുഭവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ तो हमें उस राज्य के मालिक के अनुसार चलना पड़ेगा. ആ ദൈവരാജ്യത്തിന്റെ ഉടമസ്ഥനായ യേശുവിന് ഹിതമായിട്ടൊരു ജീവിതം നയിക്കേണ്ടതുണ്ട്. तो ही उस राज्य में हम रह सकते हैं, ആ രാജ്യത്തിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ तो ही उस राज्य में हम जा सकते हैं. എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ കഴിയും. अगर हम इस संसार में जहाँ कोई नौकरी करते हैं, ഈ ലോകത്തിൽ നിങ്ങൾ ഒരു ജോലി ചെയ്യണമെങ്കിൽ, wherever we do job, നിങ്ങൾ എവിടെയൊക്കെ ജോലി ചെയ്യാൻ പോയാലും अगर उस जॉब जहाँ पे हम जॉब करते हैं वो जॉब के जो कंपनी के मालिक है उनकी बात अगर हम नहीं मानेंगे, നിങ്ങളൊരു കമ്പനിയിൽ ഒരു ജോലിക്ക് വേണ്ടി പോയാൽ, ഒരു രാജ്യത്തിൽ പോയാൽ അവരുടെ നിയമം അനുസരിച്ച് നിങ്ങൾ നിൽക്കണം. अगर हम उस कंपनी के मालिक की बात नहीं मानेंगे तो അല്ലാതെ നിങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുകയില്ല. वो दूसरे हिसाब से बोलेगा, താന് അടുത്ത ദിവസം നിങ്ങളോട് പറയും, भैया कल से नहीं आना है, നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, വിട്ടു പൊയ്ക്കോളാമെന്ന് പറയും. आपका यहाँ पे कोई काम नहीं है. ഇവിടെ നിനക്ക് പറ്റിയ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു വിടും. क्योंकि अगर उस कंपनी में रहना है तो ഒരു കമ്പനിയിൽ വസിക്കണമെങ്കിൽ हमें उसकी बात को मानना पड़ेगा. അവിടെ ഒരു നിയമം വെച്ചിട്ടുണ്ട്, അത് പാലിക്കാത്തവർക്ക് അവിടെ ജീവിതമില്ല. वो कंपनी का जो नियम है वो हमें पालन करना पड़ेगा. ഇന്ന് ഈ ഭൂമിയിൽ ഒരു കമ്പനിയിലുള്ള നിയമം പാലിക്കണമെന്ന് നമുക്കറിയാം. तो हमारे परमेश्वर का राज्य जो वहाँ को वो मालिक है उसकी बात को हमें कितना मानना है. ഇതിനൊരു വലിയ കാര്യമാണ്, ഇതിനേക്കാൾ ചെറിയ കാര്യമല്ല സ്വർഗരാജ്യത്തിന്റെ നിയമമാകുന്ന വേദപുസ്തകം അനുസരിക്കുക എന്നുള്ളത്. हमें अपने आप को समझना है. നമുക്ക് പരസ്പരം അറിയാം, हम कोई सामान्य व्यक्ति नहीं है. നമ്മളൊരു സാമാന്യ വ്യക്തി അല്ലെന്നും അറിയാം. हम जिस परमेश्वर की आराधना करते वो परमेश्वर कोई सामान्य परमेश्वर नहीं है. നമ്മുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. हम जीवित परमेश्वर की आराधना करते നാം हैं. ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് അറിയാം. राजाओं के राजा की आराधना, രാജാതി രാജാവിനെയാണ് നാം ആരാധിക്കുന്നത്. सारी सृष्टि के सृजनहार परमेश्वर की आराधना ഈ करते हैं. പ്രപഞ്ചത്തിന്റെയും നമ്മുടെയും സൃഷ്ടിതാവിനെയാണ് നാം ആരാധിക്കുന്നത്.
ആരാധിക്കുന്നത്. जिसके स्वरूप और समानता में मुझे और आपको बनाया गया है, उसकी हम आराधना करते हैं. ആ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ ഉണ്ടാക്കിയ ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. हमें कितनी उसका आदर करना चाहिए. നമ്മളിൽ എത്ര പേരാണ് ജീവിതം കൊണ്ട് ദൈവത്തെ ആദരിക്കുന്നത്? हमें कितना परमेश्वर का धन्यवाद करना चाहिए. നമ്മുടെ ജീവിതത്തിന് എത്ര പേർക്കാണ് ദൈവത്തിന് നന്ദി പറയാൻ കഴിഞ്ഞിട്ടുള്ളത്? क्योंकि उसने उसके राज्य में हमें प्रवेश कराया. നിങ്ങൾക്ക് അതില്ല എങ്കിൽ എങ്ങനെ ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും? हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हमें उस राज्य में प्रवेश कराया तो उस राज्य के अनुसार हमें जीना पड़ेगा. അവിടേക്ക് പോകണമെങ്കിൽ ആ രാജ്യ നിയമം നമുക്ക് നൽകിയിരിക്കുകയാണ് ബൈബിൾ. അതനുസരിച്ച് നമ്മൾ ജീവിച്ചേ പറ്റൂ. छुटकारा होगा, നമുക്ക് സൗഖ്യം എന്ന് പറയുന്നത് കിട്ടും. चंगाई होगी, നമുക്ക് രോഗശാന്തിയൊക്കെ കിട്ടും. प्रभु आशीष देगा, ദൈവം അനുഗ്രഹിക്കും. प्रभु बढ़ाएगा. ദൈവം നമ്മളെ വലിയവരാക്കും. तो सब कुछ जरूरी है. എല്ലാം ആവശ്യം തന്നെയാണ്. It is not a first things, എന്നാൽ ഇത് അത്യാവശ്യമുള്ള കാര്യമല്ല. it's a secondary things. ഇതൊക്കെ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം. First, എന്നാൽ ഒന്നാമത് you have to receive his kingdom of God. നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. परमेश्वर के राज्य को प्राप्त करना हमारा सबसे बड़ा जरूरी है. നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. अनंत जीवन पाना सबसे बड़ा जरूरी है. നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. क्योंकि अगर हमारा मृत्यु हो गया और हम अनंत जीवन में नहीं पहुंचे तो हमारा जीवन नरक में हमेशा रोता रहेगा, पिसता रहेगा. ജീവനോടെ ഇരിക്കുമ്പോൾ ഈ നിത്യജീവൻ ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാൽ നാശ നരകത്തിലായിരിക്കും അവസാനിക്കുന്നത്. इसलिए അതുകൊണ്ട് वो अनंत मृत्यु हमको ना मिले, നിങ്ങൾക്ക് നിത്യമരണം സംഭവിക്കാതിരിപ്പാൻ इसलिए प्रभु यीशु मसीह संसार में आए. യേശു കർത്താവ് സ്വർഗം വിടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. वो हमारे लिए जिया, നമുക്ക് വേണ്ടി തന്നെയാണ്. हमारे लिए सारे दुखों को उसने सहन कर लिया. നമുക്ക് വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി ദുഃഖം അനുഭവിച്ചു. वो इसलिए वो जीवित परमेश्वर है. ആ ദൈവം ജീവിക്കുന്നവനാണ്. वो मारा गया, गाड़ा गया, वो जीविता परमेश्वर है. യേശു നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. മൂന്നാം ദിവസം മരണത്തെ വെല്ലുവിളിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. वो जीविता, इसलिए मैं और आप जीवित है. ആ യേശുവാണ് ഇന്ന് രാത്രികാലം എന്നിലും നിങ്ങളിലും ജീവിക്കുന്നതെങ്കിൽ अगर वो जी नहीं उठता तो मैं और आप कभी भी जीवित नहीं रहते. ഇന്ന് രാത്രികാലം നമ്മളല്ല ജീവിക്കുന്നത്, ക്രിസ്തു നമ്മളിൽ ജീവിക്കണം. प्रभु यीशु मसीह संसार में आए और हमारे लिए जिए, इसलिए मैं और आप जीवित है. യേശു സ്വർഗം വെടിഞ്ഞ് വന്നത് നമുക്ക് വേണ്ടി ജീവിക്കാനായിരുന്നെങ്കിൽ നാം നമ്മെ വെടിഞ്ഞ് ആ യേശുവിന് വേണ്ടി ജീവിക്കണം. തിരിച്ചറിയുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. हमारी कोई योग्यता नहीं, हमारी कोई लायकात नहीं है. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളതല്ല വലിയ ആവശ്യം എന്ന് പറയുന്നത്. But because of God's love so much to us, ഇന്ന് ആ ദൈവത്തിന്റെ സ്നേഹം വളരെ നമ്മളിൽ പ്രകടമായിരിക്കുകയാണ്. उसका बहुत ही अनमोल प्रेम के कारण उसने मुझे और आपको बचाया. കർത്താവ് നമ്മെ നിത്യമായി സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. क्या हम परमेश्वर से प्रेम करते हैं? എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ വേദനയോടെ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് യേശുവിനെ അതുപോലെ സ്നേഹിക്കുവാൻ കഴിയും? क्या जितना परमेश्वर ने हमसे प्रेम किया उससे हम परमेश्वर से कितना प्रेम ആ करते हैं? ക്രൂശിലെ മരണത്തോളം യേശു നമ്മെ സ്നേഹിച്ചെങ്കിൽ എത്ര പേർക്ക് അത്രത്തോളം യേശുവിനെ സ്നേഹിക്കാൻ താല്പര്യമുണ്ട്? हम प्रभु यीशु मसीह के लिए कितना बलिदान करने के लिए तैयार है? യേശു കർത്താവിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനാണ് നിങ്ങൾക്ക് തയ്യാറുള്ളത്? उसने पूरा वहाँ पे बलिदान किया क्रूस के ऊपर. യേശു കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ അവസാന തുള്ളി രക്തം വരെയും ബലിയായി നൽകി. उसने कुछ भी बाकी नहीं रखा. ഒന്നും ശേഷിപ്പിച്ചു വച്ചില്ല. The last word of Jesus Christ, യേശുവിന്റെ ക്രൂശിലെ അവസാന വാചനം, everything is finished. സകലതും നിവൃത്തിയായി, सब कुछ पूरा हुआ. സകലതും നിവൃത്തിയായി. उसको हमारे लिए जो कुछ करना था सब कुछ उसने पूरा किया. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ സകലതും യേശു ക്രൂശിൽ നിവർത്തിച്ചു. उसने परमेश्वर की धार्मिकता को पूरा किया. യേശു കർത്താവ് തന്റെ നീതിയെ ഈ ഭൂമിയിലേക്ക് സ്ഥാപിക്കുവാൻ क्या मैं और आप मसीह यीशु की धार्मिकता को पूरा कर रहे हैं? ഇന്ന് രാത്രികാലം യേശുവിന് വേണ്ടി ഒരു ധാർമ്മിക ജീവിതം നയിപ്പാൻ, നീതി നിവർത്തിപ്പാൻ നിങ്ങൾക്ക് തയ്യാറാണോ? अगर मैं और आप परमेश्वर की धार्मिकता नहीं पूरी कर रहे हैं ദൈവത്തിന്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ तो हमें मन फिराने की जरूरत है. ഇന്ന് രാത്രികാലം മാനസാന്തരപ്പെടേണ്ടത് ആവശ്യം. हमें पश्चाताप करने की जरूरत है. നിങ്ങൾ വളരെ പാപക്ഷമയോടെ ദൈവത്തോട് അടുക്കേണ്ടത് ആവശ്യം. क्योंकि समय बहुत ही कम है. കാരണം യേശുവിന്റെ വരവിന് സമയം വളരെ
വളരെ കുറച്ചേ ഉള്ളൂ. इसलिए परमेश्वर के वचन में लिखा है, ദൈവവചനം പറയുന്നു, अवसर को बहुमूल्य समझो, നിങ്ങൾ അത് തിരിച്ചറിയുക. निर्बुद्धि के समान नहीं चलो, നിങ്ങൾ മന്ദബുദ്ധികളാകരുത്, മടയന്മാരാകരുത്, पर बुद्धिमानी से चलो. എന്നാൽ ബുദ്ധിമാന്മാരായി സമയം തിരിച്ചറിയുക. क्योंकि संसार में जो हम देख रहे हैं, നമ്മൾ ഈ ലോകത്തിൽ നോക്കിയ संसार में कई प्रकार की घटनाएं हो रही है. ഈ ലോകത്തിൽ പല വിധത്തിലുള്ള പാപ ജീവിതങ്ങൾ കാണാൻ കഴിയും. यो घटना से हम जान सकते हैं നമുക്കത് തിരിച്ചറിയാൻ കഴിയും. परमेश्वर का राज्य निकट है. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിന്റെ തെളിവാണ് ആ പാപ സ്വഭാവങ്ങൾ. परमेश्वर का आगमन का समय बहुत निकट है. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. हम परमेश्वर के पास आ जाए, നാം ദൈവത്തോട് അടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. परमेश्वर के निकट आ जाए, ദൈവത്തോട് നാം അടുത്തു വരിക. परमेश्वर से क्षमा मांगे, ദൈവത്തോട് പാപക്ഷമ ചോദിക്കുക. परमेश्वर से मन फिराए, ദൈവത്തോട് മാനസാന്തരം ആവശ്യപ്പെടുക. उसके जैसे बनने की कोशिश करे, കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ആരംഭിക്കുക. पूरा समर्पण करे. പൂർണ്ണ രീതിയിൽ നിങ്ങളെ സമർപ്പിക്കുക. मेरे साथ पढ़े एक्ट्स ऑफ अपोस्टल അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം चैप्टर 2 2-ാം അധ്യായം 38. അതിന്റെ 38-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. यहाँ पे लिखा है, परमेश्वर ने उनसे, पतरस ने उनसे कहा, मन फिराओ और तुम में से हर एक अपने अपने पापों की क्षमा के लिए यीशु मसीह के नाम से बपतिस्मा ले, तो तुम पवित्र आत्मा का दान पाओगे. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഓരോരുത്തരും താൻ താന്റെ പാപങ്ങൾക്ക് വേണ്ടി മാനസാന്തരപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. जब परमेश्वर का दास पतरस वचन को प्रचार कर रहा था, ദൈവദാസനായ പത്രോസ് ദൈവവചനം പറയുകയാണ്, वो पवित्र आत्मा से भरपूर होकर परमेश्वर के वचन को प्रकट करते समय പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവവചനം താൻ പറയുമ്പോൾ लोगों के मन छिड़ गए. ആ ജനത്തിന്റെ മനസ്സിന് പാപബോധം, പശ്ചാത്താപം ഉണ്ടായി. जब वो परमेश्वर के वचन को सुनने लगे, അവര് ദൈവവചനം കേൾക്കുമ്പോൾ वो अपने आप में ഓരോരുത്തരുടെയും मन फिराने लगे. അവരുടെ മനസ്സ് രൂപാന്തരം പ്രാപിക്കുവാൻ, കുറ്റബോധത്താൽ നിറയപ്പെടുവാനിടയായി. उनको लगा कि हम लोग पापी हैं. അവരോരോരുത്തരും തിരിച്ചറിഞ്ഞു, ഞങ്ങൾ പാപികളാണെന്ന്. शायद कई प्रकार के पापी व्यक्ति वहाँ पे होंगे. അവിടെ പലവിധത്തിലുള്ള പാപികൾ ഉണ്ടായിരുന്നു. कोई शराब पीने वाला होगा, ചിലര് മദ്യപാനികൾ ഉണ്ടായിരുന്നു. कोई टबेको खाने वाला होगा, പാൻപരാഗം വെറ്റിലേക്ക് മുറുക്കുന്നവരുണ്ടായിരുന്നു. व्यभिचार करने वाला होगा, വ്യഭിചാരം ചെയ്യുന്നവരുണ്ടായിരുന്നു. अधर्म के काम करने वाला होगा. നീതിയില്ലാതെ ജീവിച്ചവരുണ്ടായിരുന്നു. वहाँ पे जब परमेश्वर के वचन को सुनने लगे, എന്നാൽ ഇവരെല്ലാം ദൈവവചനം കേൾക്കുമ്പോൾ पवित्र आत्मा वहाँ पे कार्य करने लगा. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കർത്തൃത്വം നടത്തിയ സമയം परमेश्वर का वचन मनों को छूने लगा. ആ ദൈവവചനം അവരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. परमेश्वर का वचन लोगों के मन को बदलने लगा. ഇന്ന് രാത്രികാലവും ദൈവവചനം മനുഷ്യന്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തുന്നതാണ്. वो परमेश्वर के वचन से घायल हो गए. ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. जो पतरस से कहने लगे, പത്രോസ് പറയുമ്പോൾ हम क्या करें? അവര് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? पतरस ने कहा, मन फिराओ. പത്രോസിന് പറയാനുള്ളത് മാനസാന്തരപ്പെടുക. अपने अपने पापों को मान लो. ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി മാനസാന്തരപ്പെടുക. आज हम अपने अपने पापों को मान लेंगे, ഓരോരുത്തരും അവരവരുടെ പാപങ്ങളെ അവരവർ ഏറ്റുപറഞ്ഞ് वो മാനസാന്തരപ്പെടുക. हमारे पापों को क्षमा करेगा. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും. परमेश्वर फिर से हमको बनाएगा. ഇന്ന് രാത്രികാലവും ദൈവം ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. शायद हमारी अवस्था टूटी हुई अवस्था होगी, നമ്മുടെ അവസ്ഥകളും ഇതുപോലെയാണെങ്കിൽ, हमारी अवस्था गिरी हुई अवस्था होगी, നമ്മുടെ അവസ്ഥ വീണ് കിടക്കുന്നതെങ്കിൽ, शायद हम बिखरे हुए होंगे, നാം ദൈവത്തിൽ അന്യപ്പെട്ടെങ്കിൽ, हम अव्यवस्थित होंगे. നമ്മുടെ ജീവിതം ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരിക. मेरा परमेश्वर आज कहता है, ഇന്ന് രാത്രികാലം എന്റെ ദൈവം നിങ്ങളോട് പറയുന്നു. पतरस का परमेश्वर आज कहता है, പത്രോസിന്റെ ദൈവം ഇന്ന് രാത്രി എന്നോട് പറയുന്നു. पास्टर संतोष का परमेश्वर आज कहता है, സന്തോഷ് പാസ്റ്ററുടെ ദൈവം നിങ്ങളോട് പറയുന്നു. हम सबका परमेश्वर आज हमसे कहता
कहता है നമ്മുടെ ഓരോരുത്തരുടെ ദൈവം നമ്മോട് പറയുന്നു, मन फिराओ, മാനസാന്തരപ്പെടുക. अपने अपने पापों को मान लो, അവരവരുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുക. परमेश्वर के नाम से बपतिस्मा के लिए तैयार യേശു കർത്താവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. परमेश्वर फिर से हमारी अवस्था को बदल लेगा. ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. वहाँ के लोग भी पाप में पड़े हुए थे. ഇന്ന് രാത്രി കാലം പാപത്തിൽ ജീവിക്കുന്നു എങ്കിൽ पतरस के एक प्रचार के द्वारा ആ പത്രോസിന്റെ പ്രസംഗം കേട്ട ജനത്തെ പോലെ वहाँ पे भी कई प्रकार के लोग थे. അവിടെ പലവിധത്തിലുള്ള പാപ സ്വഭാവത്തിൽ അടിമപ്പെട്ടവർ ആ പള്ളിക്കകത്തുണ്ടായിരുന്നു. परमेश्वर के वचन को सुनते समय ദൈവവചനം അവര് പരിശുദ്ധയാത്മാവിനാൽ കേട്ടപ്പോൾ लोग पश्चाताप करने लगे. ആ ജനം പരിശുദ്ധയാത്മാവിനാൽ പശ്ചാത്താപപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ അവർ തയ്യാറായി. लोग मन फिराने लगे. അവര് മാനസാന്തരപ്പെട്ടവരായി. आज रात को ഇന്ന് രാത്രിയിൽ मुझे सुनने वाले लोग, എന്നെ കേൾക്കുന്നവരെ, मेरे भाई और मेरे बहन, എന്റെ പ്രിയ സഹോദര സഹോദരി, प्रभु के लोगों, ദൈവജനമേ, मैं परमेश्वर के वचन के द्वारा कहना चाहता ഞാൻ हूँ, ദൈവവചനത്താൽ നിങ്ങളോട് പ്രബോധിപ്പിക്കട്ടെ. अगर आप आज पूरी रीति से प्रभु के सामने अपने आप को समर्पित करना ഇന്ന് चाहते हैं, രാത്രികാലം പൂർണ്ണമായ രീതിയിൽ ഒരു സമർപ്പണം ദൈവം ആഗ്രഹിക്കുകയാണ്. आज परमेश्वर हमारे जीवन को बदलना चाहता है. ഇന്ന് രാത്രികാലം യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരുവാൻ आज में ആഗ്രഹിക്കുന്നു. अपने जीवन को समर्पित करें, ഇന്ന് രാത്രികാലം ആര് യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കും? क्योंकि जब तक हम समर्पण नहीं करेंगे, നമ്മൾ എത്രത്തോളം സമയം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാതിരുന്നാൽ परमेश्वर कुछ नहीं कर सकता है. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. इसलिए हमें क्षमा पाप करना जरूरी है. അതുകൊണ്ട് ഇന്ന് രാത്രികാലം അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പാപക്ഷമ പ്രാപിക്കുക. और मेरे साथ पढ़िए एक्ट्स ऑफ अपोस्टल അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം चैप्टर 17 17-ാമത്തെ അധ്യായം वर्स 30. 30-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. हालेलुया. वहाँ पे लिखा है कि इसलिए परमेश्वर ने अज्ञानता के समय पर ध्यान नहीं दिया. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. पर अब हर जगह सब मनुष्यों को मन फिराने की आज्ञा देता है. ദൈവം പറയുന്നത് സകല മാനവ ജാതിയും മാനസാന്തരപ്പെടണമെന്നാണ്. अज्ञानता के समय में हमने जो कुछ किया है, നമ്മൾ അറിയില്ലായ്മയിൽ ചെയ്ത കാര്യങ്ങൾ ദൈവം കണക്കെടുക്കുന്നില്ല. प्रभु हमको क्षमा करने के लिए तैयार है. അതിന് ദൈവം ആൾറെഡി ക്ഷമ നൽകി കഴിഞ്ഞു. अगर प्रभु को अपने बिना जाने कुछ भी किया हो, എന്നാൽ ദൈവത്തെ അറിയാതെ നിങ്ങൾ ചെയ്തതായ കാര്യങ്ങൾ, अज्ञानता में हो गए पाप हो, നിങ്ങൾ അറിവില്ലായ്മയിൽ ചെയ്ത പാപങ്ങൾ प्रभु क्षमा करने के लिए तैयार है. ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ് നാം ഏറ്റു പറയുമെങ്കിൽ यहाँ भी मन फिराने के लिए समय दे रहा है. നമുക്ക് ദൈവം അങ്ങനെ ഏറ്റു പറയാനുള്ള ഒരു സമയം തന്നിരിക്കുകയാണ്. परमेश्वर लौट आने के लिए समय दे रहा है. ദൈവ സന്നിധിയിലേക്ക് വരാനുള്ള സമയം തന്നിരിക്കുകയാണ്. जब परमेश्वर को जानने के बाद भी अगर हमने पाप किया है, നാം ദൈവത്തെ അറിഞ്ഞിട്ട് പാപം ചെയ്താൽ प्रभु शिक्षा करेगा. നിങ്ങളെ തീർച്ചയായിട്ടും ദൈവം ശിക്ഷിക്കും. परमेश्वर माफ करने के लिए भी तैयार है. ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. अगर आप परमेश्वर के सामने नम्र होने के लिए तैयार है, ഇന്ന് രാത്രികാല ദൈവ സന്നിധിയിൽ നിങ്ങൾ താഴ്മപ്പെടുവാൻ തയ്യാറാണെങ്കിൽ, क्योंकि परमेश्वर ने एक दिन ठहराया है, ദൈവം ഒരു ദിവസം നിങ്ങളോട് ഇടപെടുവാൻ പോവുകയാണ്. वो न्याय का दिन है. കാരണം ഇന്ന് ക്ഷമ കിട്ടിയില്ലെങ്കിൽ ഒരു ന്യായവിധി വരാൻ വേണ്ടി പോവുകയാണ്. उस न्याय के दिन से कोई नहीं बच सकता है. അന്ന് നിങ്ങൾ പശ്ചാത്തപിച്ചാൽ, അന്ന് നിങ്ങൾ കരഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് മറുപടി തരാത്ത ഒരു ദിവസം വരാൻ പോവുകയാണ്. वो न्यायाधीश है, അതാണ് ന്യായവിധിയുടെ ദിവസം. वहाँ पे कोई नहीं बच सकता है. അവിടെ നിങ്ങളുടെ ഒരു കാര്യാദികളും വില പോകുകയില്ല. शायद यहाँ पे हम मनुष्य से बच सकते हैं. അവിടെ സകല മാനവരാശിയും ന്യായവിധി നാളിൽ കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കേണ്ടി വരും. We can cheat the pastor. We can cheat the pastor. നിങ്ങൾക്ക് പാസ്റ്റർമാരെ നിങ്ങൾക്ക് വഞ്ചിക്കാം, പറ്റിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. हम मनुष्य को चीट कर सकते हैं. മറ്റ് കൂടെയുള്ളതായ മനുഷ്യരെ നിങ്ങൾക്ക് വഞ്ചിച്ചും പറ്റിച്ചും ജീവിക്കാം. हम माता पिता को चीट कर सकते हैं. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് പറ്റിച്ച് ജീവിക്കാം. बच्चे माता पिता को चीट कर सकते हैं. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ പറ്റിച്ച് ജീവിക്കാം. पति पत्नी को चीट कर सकती है. ഒരു ഭർത്താവിന് ഭാര്യയെ വഞ്ചിക്കാം, पत्नी पति को चीट कर सकती है. ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കാം.
लेकिन परमेश्वर सब कुछ जानता है। എന്നാൽ ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. परमेश्वर ने को एक दिन ठहराया है, ആ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്നും തിരിച്ചറിയണം. वो दिन से कोई नहीं बच सकता है। അവിടെ നിങ്ങളുടെ ഒരു കാര്യാദികളും രഹസ്യങ്ങളും വിലപ്പോകാതെ വരും. हम परमेश्वर यहाँ पृथ्वी पर रहते हुए हम मनुष्यों से बच सकते हैं, നമുക്ക് ഈ ഭൂമിയിലുള്ളതായ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാം. लेकिन परमेश्वर से हम कभी भी नहीं बच सकते हैं। എന്നാൽ ദൈവസന്നിധിയിൽ ഒരിക്കലും നിങ്ങൾക്ക് നേരോടെ നിൽക്കുവാൻ കഴിയുകയില്ല. परमेश्वर के वचन में लिखा है, ദൈവവചനം ഇപ്രകാരം പറയുന്നു, परमेश्वर हर एक मनुष्य के ऊपर अपनी दृष्टि रखता है। ദൈവം തന്റെ ജനത്തിന്റെ ഓരോ മനുഷ്യരുടെ മേലും ദൈവം തന്നെ ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. तो हम कैसे परमेश्वर से बचेंगे? നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ ഒളിച്ച് എന്ത് ചെയ്യാൻ കഴിയും? मात्र एक ही रास्ता है हमारे पास, നമ്മുടെ മുൻപിൽ രണ്ട് വഴിയാണുള്ളത്. हम प्रभु यीशु मसीह के पास आ जाए, നാം ദൈവത്തിന്റെ സന്നിധിയിൽ പോകാൻ തയ്യാറായാൽ, हम अपने मन को फिराए, നാം മാനസാന്തരപ്പെട്ടാൽ, हमारा परमेश्वर आज हमारे जीवन को बदलने के लिए तैयार है। ആ സ്വർഗരാജ്യത്തിന്റെ ദൈവം നമ്മെ മാറ്റിയെടുക്കുവാൻ തയ്യാറാണ്. हम अपने स्थानों में खड़े हो जाए। നാം നമ്മുടെ ഓരോ സ്ഥാനങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുക. आज हम प्रभु के सामने अपने आप को समर्पित करें। ഇന്ന് രാത്രികാലം ഒന്നുകൂടെ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുക. चाहे आप विश्वासी हो चाहे अविश्वासी हो, നിങ്ങൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ വിഷയമല്ല, हम प्रभु के सामने समर्पित करें। നാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. हम मन फिराए। നാം മാനസാന്തരപ്പെടുക. अगर हमको लगता है कि मेरा जीवन मसीह यीशु के सामने बराबर ഇന്ന് नहीं है, രാത്രികാലം യേശുവിനോട് പറയുക, എന്റെ ജീവിതം ഞാൻ യേശുവിന് വിട്ടുതരികയാണ്. या मनुष्य के सामने बराबर नहीं है, ഞാൻ ദൈവമേ മനുഷ്യന്റെ മുമ്പിൽ അല്ല നിൽക്കുന്നത്, ദൈവസന്നിധിയിലാണ്. शायद हम मनुष्य को खुश करने के लिए जीवन जी रहे हैं, കർത്താവേ സകല മനുഷ്യരെയും പറ്റിച്ച നാളിതുവരെ ഞാൻ ജീവിച്ചു പോയി. शायद हम दुनिया को खुश करने के लिए जीवन जी रहे हैं, കർത്താവേ ഈ ലോകത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. उस जीवन से परमेश्वर प्रसन्न नहीं होगा। ആ ജീവിതം ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് എനിക്ക് ബോധ്യമായി. हमें परमेश्वर को प्रसन्न करने वाला जीवन जीना है। ഇന്ന് രാത്രികാലം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം. शायद आप कई वर्षों से विश्वासी होंगे, എനിക്ക് ദൈവമേ നിന്റെ വിശ്വാസത്തിൽ ജീവിക്കണം. कई वर्षों से आप मसीह के नाम को लेकर चलते होंगे। കർത്താവേ പലപ്പോഴും ഞാൻ ദൈവനാമത്തെ എടുത്തിട്ട് പള്ളിയിൽ പോയി ക്രിസ്ത്യാനി എന്ന് പേരെടുത്തിട്ട് അങ്ങയുടെ നാമത്തെ ദുഷിച്ച വ്യക്തിയാണ്. लेकिन हमारा स्वभाव मसीह यीशु के समान नहीं है। तो കാരണം നിന്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കാൻ യേശുവേ എനിക്ക് കഴിയാതെ പോയെന്ന് സമ്മതിക്കുക. तो हमें मन फिराने की जरूरत है, മാനസാന്തരപ്പെടേണ്ടത് ആവശ്യം. हमें वापस प्रभु यीशु मसीह के पास आने की जरूरत है, ഇന്ന് രാത്രികാലം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനോട് അടുക്കുക. क्योंकि हमारा परमेश्वर हमें स्वर्ग राज्य ले जाने के लिए आने वाला है। എങ്കിൽ യേശു നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കുവാൻ ഈ യേശു വന്നിട്ടുണ്ട്. अगर हम जाने के लिए तैयार नहीं है तो നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുവാൻ ഒരുക്കമല്ല എങ്കിൽ हम यहाँ पे रह जाएंगे। നിങ്ങൾ അവിടെ എത്തുവാൻ കഴിയാതെ പോയാൽ तो हमारे लिए बहुत अफसोस की बात है। നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മടങ്ങി വരാൻ കഴിയാത്ത ഒരു നരകത്തിലേക്ക് നമ്മൾ പോകുകയാണ്. कि परमेश्वर का राज्य निकट है, ദൈവത്തിന്റെ രാജ്യം സമീപിച്ചു വന്നിരിക്കുകയാണ്. हमारा प्रभु यीशु मध्य आकाश में आने वाला है। എന്റെ യേശു മധ്യാകാശത്തിലേക്ക് വരാൻ പോകുകയാണ്. उसने वायदा दिया है, യേശു അവിടെ വരാൻ പോകുകയാണ്. मैं आपको लेने आने वाला हूँ। നമ്മുടെ കർത്താവ് സ്വതന്ത്ര നമ്മെ സ്വീകരിപ്പാൻ വരുമ്പോൾ നാം അവനെ സ്വീകരിപ്പാൻ തയ്യാറാണോ? जो मसीह यीशु उसने कहा है कि मैं तुम्हारे लिए घर तैयार करने जा रहा हूँ। ഞാൻ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നു പറഞ്ഞു, ഞാൻ നിന്നെ ചേർക്കുവാൻ നിന്നെ ഒരു സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോവുകയാണ്. वही प्रभु यीशु मध्य आकाश में मुझे और आपको लेने के लिए आने वाला है। യേശു കർത്താവ് ആ സ്വർഗരാജ്യം തയ്യാറാക്കിയിട്ട് മധ്യാകാശത്തിൽ വന്ന് എന്നെ നിങ്ങളെ സ്വീകരിപ്പാൻ പോവുകയാണ്. अगर अभी भी हम अंधकार में पड़े हुए हैं तो, ഇന്നും നിങ്ങൾ അന്ധകാരത്തിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ, अगर मृत्यु की छाया में पड़े हुए हैं तो മരണനിഴലിലാണ് എങ്കിൽ हमें मन फिराने की जरूरत है, ഇന്ന് രാത്രികാലം മാനസാന്തരപ്പെടുക. हमें वापस आने की जरूरत है। യേശുവിനോട് മടങ്ങി വരിക. परमेश्वर अभी भी हमें बुला रहा है। യേശു ഇന്ന് നിങ്ങളെ വിളിക്കുന്നു. वो उड़ाओ प्रोडिगल सन के समान വേദപുസ്തകത്തിൽ പറയുന്ന ഒരു മുടിയനായ പുത്രനുണ്ട്. वो आज भी बाहर पछाड़ के हमको बुला रहा है। ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തെന്ന് നിലവിളിച്ചുകൊണ്ട് മടങ്ങി വരിക. हमसे कितनी भी
गलती क्यों ना हुई होगी, എത്ര വലിയ പാപിയാണെങ്കിലും, हमें कितने भी पाप क्यों ना किए होंगे, എത്ര പാപത്തിന്റെ പടുകുഴിയിലാണ് ജീവിക്കുന്നതെങ്കിലും, हमारा परमेश्वर हमको छुड़ाने के लिए तैयार है। രാത്രികാലം ഏറ്റു പറഞ്ഞാൽ അവൻ നമ്മെ हमारा സ്വീകരിക്കും. परमेश्वर फिर से हमको बनाने के लिए तैयार है। കർത്താവ് നമ്മെ ഒരു പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നു. बाहें पसार कर बुला रहा है। നമ്മുടെ കർത്താവ് വിളിക്കുകയാണ്. मेरे भाई मेरे बहन, എന്റെ പ്രിയ സഹോദര സഹോദരി, प्रभु के पास हम आ जाए, ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുക്കലേക്ക് വരിക. प्रभु के पास आ जाए, യേശുവിന്റെ അടുക്കലേക്ക് വരിക. प्रभु के पास आ जाए, യേശുവിന്റെ അടുക്കലേക്ക് വരിക. क्योंकि हमारे जीवन की सुरक्षा वहाँ पे ही है। നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക. हमारा जीवन वही है, നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക. वही हमको बचा सकता है, യേശു നിങ്ങളെ വിടുവിക്കാൻ പോകുന്നു. वही हमें पाप क्षमा दे सकता है, യേശു നിങ്ങൾക്ക് പാപക്ഷമ നൽകുന്നു. वही हमको फिर से बना सकता है, യേശു നിങ്ങളെ വീണ്ടും സ്വീകരിക്കുന്നു. अनंत राज्य के लिए तैयार कर सकता യേശു है। സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. वो हमको बुला रहा है। അവിടത്തേക്ക് വിളിക്കുന്നു. कितने लोग तैयार हैं? എത്ര പേര് തയ്യാറ്? കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ട്. परमेश्वर का आरंभ का जो प्रचार था, ഇന്ന് രാത്രി കാലത്തിൽ ദൈവത്തിന്റെ വചനം ആരംഭിച്ചത് മുതൽ मन फिराओ, മാനസാന്തരപ്പെടുക. ईश्वर का राज्य निकट है। സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. मेरे प्रियो, എന്റെ പ്രിയപ്പെട്ടവരെ, शायद आज की रात हमारे लिए अंतिम रात भी हो सकती है। ഇന്ന് രാത്രി കാലത്തിൽ ദൈവസന്നിധിയിൽ അധികം ഇനി സമയമില്ല. हम नहीं जानते कल क्या होगा। ഇന്ന് സ്തോത്രമതി രാത്രികാലം കർത്താവ് വന്നാൽ നാളെ ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമോ? शायद हम रात को भी क्या होगा हम नहीं जानते हैं। ഇന്ന് രാത്രികാലം യേശു വന്നാൽ നീ മരിച്ചു പോയാൽ നാളെ നിനക്ക് ലഭിക്കുമോ? ये समय जो प्रभु ने हमें दिया है, ഇന്ന് രാത്രികാലം യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. हम प्रभु के पास आ जाए, ഈ രാത്രികാലം യേശുവിനോട് അടുത്ത് വരിക. प्रभु के हाथ में अपने जीवन को दे दे, കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുക. हम अपने आप को मान ले प्रभु के सामने, യേശുവിനെ ആത്മീയ കണ്ണുകൾ ഉയർത്തി ഒന്ന് കാണുക. हम अपने आप को प्रभु के सामने मान ले, യേശുവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാൻ തുടങ്ങുക. हम प्रभु के सामने पश्चाताप करें। യേശുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. हम किसी मनुष्य के विषय में ना सोचे, യോ നിങ്ങൾ എന്റെ അടുക്കലിരിക്കുന്നവർ എന്ത് ചിന്തിക്കുമെന്ന് നിങ്ങൾ ആ ചിന്ത വിട്ടുകളയുക. हमारे बाजू में कौन बैठा है उसके विषय में हम भूल जाए, നിങ്ങളുടെ മുൻപിലും പിൻപിലും ആര് നിൽക്കുന്നു ഇരിക്കുന്നു ആ ചിന്ത വിട്ടുകളഞ്ഞിട്ട് हमारे प्रभु यीशु मसीह हमारे बीच में चलायमान है, യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നത് കാണുക. क्योंकि परमेश्वर अपने वचन के अनुसार हमारे बीच में है। ഇന്ന് രാത്രികാലം യേശു വചനപ്രകാരം നമ്മുടെ അടുക്കലുണ്ട്. अगर हम उसको स्वीकारने के लिए तैयार है, ഇന്ന് രാത്രികാലം യേശുവിനെ ആര് സ്വീകരിക്കും? हमारा परमेश्वर हमारे जीवन को बदल देगा। യേശു ഈ രാത്രികാലം നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. आप जैसे आए वैसे यहाँ से नहीं जाओगे। ഇന്ന് രാത്രികാലത്തിൽ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ मैंने अपने जीवन में देखा है, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നു. जिन्होंने प्रभु के सामने प्रायश्चित किया है, ഇന്ന് രാത്രികാലം ചിലര് അവരുടെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറയുന്നത് ഞാൻ കാണുന്നു. प्रभु ने उनके जीवन को बदल दिया है। അങ്ങനെയുള്ളവരുടെ ജീവിതത്തെ യേശു വ്യത്യാസപ്പെടുത്തുന്നു. और चेंज लाइफ स्टाइल, ഇന്ന് രാത്രികാലം ആ ജീവിത ശൈലിയെ മാറ്റുവാൻ अगर आप तैयार हो तो ഇന്ന് രാത്രികാലത്തിൽ അതിനെ സമർപ്പിക്കാൻ തയ്യാറായാൽ मैं प्रभु यीशु मसीह के नाम से मैं आपको यहाँ बुलाना चाहता हूँ आगे। യേശു കർത്താവ് അങ്ങനെയുള്ളവരെ മുന്നിലോട്ട് വിളിക്കുകയാണ്. ആർക്കും സ്വതന്ത്രവത് ആരെയും നോക്കാതെ വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हम प्रभु की वेदी के सामने आए, നാം ദൈവത്തിന്റെ യാഗപീഠത്തിന് അടുക്കലേക്ക് വരിക. नॉट पास्टर विक्रम पास्टर संतोष के सामने आए, സന്തോഷ് പാസ്റ്ററുടെ വിക്രയം പാസ്റ്ററുടെ മുമ്പിലല്ല, യേശുവിന്റെ മുമ്പിലാണെന്ന് ബോധ്യമുള്ളവർ പെട്ടെന്ന് മുന്നിലോട്ട് വരിക. पर प्रभु यीशु मसीह बुला रहा है आपको। യേശു നിങ്ങളെ വിളിക്കുകയാണ്. प्रभु यीशु मसीह आपसे कह रहा है, യേശു നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. अगर आपके जीवन में कोई भी बंधन हो, യേശുവിന്റെ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഭാരങ്ങൾ ഉണ്ടെങ്കിൽ, कोई भी प्रकार के दुष्ट आत्मा की परेशानी से तकलीफ पीड़ा ചില से पीड़ित हो, പൈശാചിക ബന്ധനങ്ങളാൽ നീ ബുദ്ധിമുട്ടുന്നത് ദൈവം കാണുന്നു. आपके जीवन में कोई भी समस्या हो, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഭാരങ്ങൾ ഉണ്ടെങ്കിൽ അതും ദൈവം കാണുന്നു. आप प्रभु यीशु मसीह के पास आओगे, ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുക്കലേക്ക് ഓടി വന്നാൽ प्रभु आपको छुटकारा देगा, നിനക്ക് ദൈവം വിടുതൽ തരുവാൻ प्रभु ആഗ്രഹിക്കുന്നു. आपके जीवन को बदलेगा। നിന്റെ ജീവിതത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. आप प्रभु की वेदी के पास आइए, ഈ യാഗപീഠത്തിന്റെ അടുക്കലേക്ക് അങ്ങനെയുള്ളതായ വ്യക്തികൾ കടന്നു വരിക. अपने स्थानों को छोड़कर परमेश्वर നിങ്ങൾ की നിൽക്കുന്ന वेदी के पास സ്ഥാനങ്ങൾ आइए। വിട്ടിട്ട് മുന്നിലോട്ട് കടന്നു വരിക. परमेश्वर आपके जीवन को बदल देगा। നിങ്ങളുടെ ജീവിതത്തിന് ദൈവം ഒരു വ്യത്യാസം തരുവാൻ ആഗ്രഹിക്കുന്നു. प्रभु आज से आपके जीवन में एक नया जीवन की शुरुआत നിങ്ങളുടെ करेगा, ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം തരുവാൻ വേണ്ടി യേശു വിളിക്കുന്നു. क्योंकि मेरा परमेश्वर जीवन को बदलने वाला परमेश्वर നിങ്ങളുടെ है। ജീവിതത്തെ മാറ്റുന്ന ദൈവം ഇവിടെ ഉണ്ട്.
अगर अंधकार की छाया में से बाहर निकालकर उस ज्योति में परमेश्वर लेके आएगा। അന്ധകാരത്തിന്റെ പിടിയിൽ ഇരിക്കുന്നവരെ യേശു മുന്നിലോട്ട് വിളിക്കുന്നു. प्रभु यीशु मसीह ने कहा है, യേശു വിളിക്കുന്നു, मैं जगत की ज्योति हूँ। ഞാൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. अगर परमेश्वर जगत की ज्योति है, ദൈവത്തിന്റെ യേശു കർത്താവ് ഈ ലോകത്തിന്റെ വെളിച്ചമെങ്കിൽ वो ज्योति अगर हम में है, നമ്മുടെ ഉള്ളിലാണ് യേശു अगर ഇരിക്കേണ്ടത്. नहीं है, നമ്മുടെ ഉള്ളിൽ അവനില്ലെങ്കിൽ प्रभु वो ज्योति से हमें प्रकाशित करेगा। ഇന്ന് രാത്രികാലം ആ യേശു എന്ന പ്രകാശത്താൽ നമ്മെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി हम വിളിക്കുന്നു. दूसरों को ज्योति देने वाले बन जाएंगे। എത്ര പേരുടെ ഉള്ളിൽ ഇന്ന് രാത്രികാലം കേട്ട വചനപ്രകാരം ഈ വെളിച്ചമില്ല എന്ന് ബോധ്യപ്പെടുന്നു എങ്കിൽ इसलिए आइए हम अपने स्थानों में से छोड़कर प्रभु के पास आएं। നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. നിങ്ങൾ മുന്നിലോട്ട് വന്നാൽ യേശു നിങ്ങളെ വിളിക്കുകയാണ്. हम आपके लिए प्रार्थना करना चाहते हैं। ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. आपके कोई भी विषय क्यों ना हो, നിങ്ങൾക്ക് ഏത് വിഷയത്തോട് ഭാരമുണ്ടെങ്കിലും आप प्रभु के पास आइए। നിങ്ങൾ ആ ദൈവത്തോട് അടുത്ത് വരിക. प्रभु छुटकारा देगा। യേശു നിങ്ങളെ വിടുവിക്കും. प्रभु छुटकारा देगा। യേശു നിങ്ങളെ വിടുവിക്കും. हम प्रभु के सामने अपने जीवन को समर्पित करें। യേശുവിന്റെ അടുക്കൽ നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക. अपने आप को समर्पित करें। ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കുക. पूरी तरह से उनका जीवन बदलने पाए। കർത്താവേ, പൂർണ്ണ രീതിയിൽ സഹോദരിയുടെ ജീവിതം മാറ്റപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അടിഞ്ഞു മാറുവാൻ, അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ सामर्थ्य काम कीजिए, पराक्रमी काम കർത്താവിന്റെ ശക്തി തന്റെ മേൽ വരട്ടെ. आशीषित जीवन बनने കർത്താവേ, തന്റെ ജീവിതം അടിയിലേക്ക് में चलने पाए, मसीह यीशु के प्रकाश में चलने पाए। യേശുവിന്റെ വെളിച്ചം തന്റെ ഉള്ളിൽ परिवार വരട്ടെ. को आशीषित कीजिए, കർത്താവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. को आशीषित कीजिए। ओ प्रभु, जो भी आवश्यकता है प्रभु जी, उन सारी आवश्यकता में आप मदद कर दीजिए प्रभु। Yes. आज प्रभु आपका प्रकाश उनमें കർത്താവേ, ആത്മാവിന്റെ വെളിച്ചം വരട്ടെ. ज्योति पाई, इसलिए धन्यवाद। യേശുവിന്റെ വെളിച്ചം തന്റെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. यीशु मसीह के नाम से मांगते हैं। യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച हालेलुया, ഹല്ലേലൂയ. अतुरा बशखा ീഭല ബൗഡ വരഗടഗ ശബ്ദല ബൗഡ വര വീരവ വിഗന വിരജൽ പ്രൗഢ വരഗടഗ ഓ ീഭല ബൗഡ വരഗടഗ. अपने आप को परमेश्वर के सामने समर्पित करना चाहता है। ഇന്ന് രാത്രി കാലത്തിലായിരിക്കുന്നതായ സ്ഥാനങ്ങൾ വിട്ട് ഈ സഹോദരി വന്നതുപോലെ എത്ര പേർക്ക് വരുവാൻ കഴിയും? आप शर्म को भूल जाए। യേശു നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾ മറക്കുക. आपका आजू बाजू में क्या हो रहा है भूल जाइए। നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നവരെ മറക്കുക. आप प्रभु के पास आ जाइए। യേശുവിന്റെ അടുക്കൽ വരാൻ ഒരു അവസരം കൂടെ ഞാൻ തരികയാണ്. मेरा प्रभु बदलना चाहता है। യേശു നിങ്ങളെ വ്യത്യാസപ്പെടുത്താൻ, मेरा प्रभु नया जीवन देना चाहता है। യേശു ഒരു പുതിയ ജീവിതം തരാൻ, प्रभु आपकी अवस्था को बदलना चाहता है। യേശു നിങ്ങളുടെ അവസ്ഥ മാറ്റുവാൻ, If you believe in Lord Jesus Christ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ my God can change your life. യേശു നിങ്ങളെ വ്യത്യാസപ്പെടുത്തും. My God can change your lifestyle. യേശുവിനെ നിങ്ങളെ വ്യത്യാസപ്പെടുത്താൻ My കഴിയും. God give eternal life to you. നിത്യജീവൻ തരുവാൻ. Can you believe Lord? യേശുവിൽ വിശ്വസിക്കാമോ? प्रभु यीशु मसीह के ऊपर विश्वास करते हो? ദൈവം രണ്ടാമതൊരു സഹോദരിയുടെ വന്നിരിക്കുകയാണ്. अगर विश्वास करते हो तो അവര് വിശ്വസിക്കുകയാണെങ്കിൽ हालेलुया। हालेलुया। अतुरा बशखा लाबारी ീഭല ബൗഡ വരഗടഗ ശബ്ദല ഗടഗ. बहन के लिए हम प्रार्थना हालेलुया। करते हैं। ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. आप अनुग्रह कीजिए प्रभु। തന്റെ മേൽ അനുഗ്രഹം വരട്ടെ കർത്താവേ. प्रभु जी पुराने मनुष्यत्व को उतार कर കർത്താവേ, फेंक देना पाए തന്റെ प्रभु जी। പഴയ മനുഷ്യൻ जीवन जीने की മാറി अनुग्रह പോകട്ടെ. कीजिए प्रभु जी। उन्हें आशीष दीजिए, स्वर्गीय ഒരു आशीष പുതിയ മനുഷ്യനായി മാറട്ടെ. आपके राज्य से आशीषित कीजिए। അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി വേദനിക്കുന്ന हालेलुया। पवित्र आत्मा की अगुवाई में चलने के लिए आप अनुग्रह परिशुद्ध कीजिए। आत्मा सामर्थ्य में काम नीचे। होने दीजिए, पराक्रमी काम होने दीजिए। आपकी परिशुद्ध ज्योति आत्मा उनके बिना। जीवन द्वारा चमकने पाए। कर्तावे, आपकी सर्वशक्ति ज्योति से भर लीजिए, सारे अंधकार को दूर തന്റെ कर ദുഃഖങ്ങളെല്ലാം മാറിപ്പോകട്ടെ കർത്താവേ. समझ से भर लीजिए प्रभु। എന്റെ പ്രയാസങ്ങൾ മാറട്ടെ. जाने पाए, दूसरों के लिए एक आशीष का कारण बनने पाए। കർത്താവേ, മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. आपकी महिमा का कारण बनने पाए। അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ഓ ീഭല ബൗഡ വരഗട ഗടഗ ശബ്ദ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവിന്റെ അത്യന്ത ശക്തി ഈ വൻകൂടാരങ്ങൾ ഇന്ന് രാത്രികാലം വ്യാപരിക്കുമ്പോൾ ഇതിന്റെ ആധിപത്യങ്ങൾ മാറപ്പെടുവാൻ, അന്ധകാരത്തിന്റെ കെട്ടുകൾ അണിയുവാൻ, ആധികാരത്തിന്റെ കെട്ടുകൾ അണിയുവാൻ
സ്വർഗ ഭൂമി പാതാളത്തിന് അധികാരമുള്ള യേശുവിന്റെ നാമത്തിന് മഹത്വം. हालेलुया 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 प्रेज द Glory लॉर्ड Jesus. हालेलुया प्रभु हमको बुला रहा है ഇന്ന് രാത്രി കാലം ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. परमेश्वर हमको बुला रहा है യേശു നിങ്ങളെ വിളിക്കുകയാണ്. मेरे प्रिय भाई बहन എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, हम प्रभु के पास आ जाए നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. समय को बहुमूल्य समझे നാം യേശുവിന്റെ രാജ്യം വരാൻ അടുത്തിരിക്കുന്നു. ये बुद्धि के समान नहीं ഇന്ന് ഈ സമയങ്ങളില്ല. वो 5 कुमारी का समान नहीं बने ഇന്ന് രാത്രി കാലം ചിന്തിക്കുക. 10 കന്യകമാരിൽ 5 പേര് ബുദ്ധിയില്ലാത്തവരായി പോയി. 5 बुद्धिमान थी 5 मूर्ख थी എന്നാൽ ബാക്കി 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. जो 5 मूर्ख थी അവര് 5 പേര് ബുദ്ധികെട്ടവരായിരുന്നു. वो भी प्रभु यीशु मसीह को जानती थी അവര് ദൈവത്തെ അറിഞ്ഞിട്ടും जब दुल्हा आया അവര് വളരെ ദൂരത്തിൽ നിന്ന് വന്നവരായിട്ടും वो जा नहीं पाए എങ്കിലും സ്വർഗരാജ്യത്തിൽ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. क्योंकि वो तैयार नहीं थे അവരുടെ ഹൃദയം തയ്യാറല്ലായിരുന്നു. प्रभु ने सबको बुलाया है യേശു എല്ലാവരെയും വിളിച്ചു. अगर हम तैयार नहीं है ഇന്ന് രാത്രികാലം നീ തയ്യാറല്ലെങ്കിൽ, पूर्ण मन से तैयार नहीं है പൂർണ്ണ സമർപ്പണത്തോടെ ഇവർ ചെയ്തതുപോലെ നീ തയ്യാറല്ലെങ്കിൽ, वो हमको लेके नहीं जाएगा ഇന്ന് രാത്രികാലം യേശു വന്നാൽ നിനക്ക് അവിടെ എത്താൻ കഴിയുകയില്ല. मेरे प्रिय भाई बहन എന്റെ പ്രിയ സഹോദര സഹോദരി, आज भी समय है ഇത് രാത്രികാലം നിന്റെ സമയമാണ്. मैं प्रभु यीशु मसीह के नाम से आमंत्रित करता हूँ ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. आप परमेश्वर के पास आ जाइए ഇന്ന് രാത്രികാലം യേശുവിന്റെ അടുക്കലേക്ക് വരിക. हमारा परमेश्वर हमको छुड़ाने वाला परमेश्वर है യേശു നമ്മെ വിടുവിക്കാൻ പോവുകയാണ്. परमेश्वर हमारे हमको बदलने वाला परमेश्वर നമ്മുടെ ജീവിതം മാറ്റുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. परमेश्वर के पास आ जाए നാം ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. परमेश्वर हमारे जीवन को बदलेगा യേശു നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. प्रभु हम इस वचन के द्वारा हमको ഈ വചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഒരു പാട്ടിന്റെ സ്വതന്ത്ര ആരാധന ഗീതം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കരങ്ങളെ അടിച്ച് നാം പാടുമ്പോൾ സ്വാതന്ത്ര്യം കാണിച്ച് സ്വീകരിക്കുന്നതാണ്.